ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ചില ഉത്തരങ്ങൾ തേടിയാണ്. അത് എന്താണ് ഉത്തരങ്ങളെന്ന് നമ്മുടെ ഗസ്റ്റ് നമ്മളോട് പറയും. പ്രൊഫസർ വി ജോർജ് മാത്യു സാർ, വെൽക്കം. സാറിൻ്റെ ഓജോബോർഡായിട്ടുള്ള എക്സ്പീരിയൻസ് സാറിൻ്റെ കയ്യിലുണ്ടോ? ഈ ഡിസ്കഷൻ തുടങ്ങും മുൻപേ ഞാൻ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. സാർ, എന്താണ് ഈ സെറ്റപ്പിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്? നമ്മൾ പുറമേ നോക്കുമ്പോൾ വളരെ അൺകൺവെൻഷനലായ ഒരു സെറ്റപ്പാണല്ലോ. അതിനെന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ? എന്നെ സംബന്ധിച്ച് ഇത് വളരെ നാച്ചുറലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷം, അതായത് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് എനിക്ക് ഇത് വളരെ അൺകൺവെൻഷണലാണെന്ന് തോന്നുന്നില്ല. അത് യൂഷ്വലി അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ടേക്കാണ്. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കൺവെൻഷണൽ സെറ്റപ്പിൽ നോക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. എല്ലാ വീടുകളും ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ നോർമൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നൊരു വീട് ചിലപ്പോൾ അൺകൺവെൻഷനലായിട്ട് നമുക്ക് തോന്നിയേനെ. അതെ, എനിക്ക് ഇവിടെ വന്നപ്പോൾ തൊട്ട് എന്താ പറയുക, ഞാൻ പലരിൽ നിന്നും സാറിനെ പറ്റി അറിയാൻ ശ്രമിച്ചപ്പോഴും എനിക്ക് ആക്ച്വലി തോന്നിയത് സാർ ഒരുപാട് മിസ്ലേബിൾ ചെയ്യപ്പെട്ട ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഒരു പാരാസൈക്കോളജിസ്റ്റ് എന്നുള്ള ലേബിളിലാണ് കാണുന്നത്. അപ്പോൾ സാർ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ബേസിക്കായിട്ട് സൈക്കോളജിസ്റ്റാണ്. സൈക്കോളജിയിൽ ഞാൻ എല്ലായിടത്തും ഒഫീഷ്യലായിട്ട് പറയുന്നത് എൻ്റെ സ്പെഷ്യലൈസേഷൻ ഹോളിഗ്രേറ്റീവ് സൈക്കോളജി എന്നാണ്. അത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ്. സാർ അതിനെക്കുറിച്ചൊന്ന്. അത് ഹോളിസ്റ്റിക് ആൻഡ് ഇൻ്റഗ്രേറ്റീവ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഹോളിഗ്രേറ്റീവ്. ഹോളിസ്റ്റിക് ഇൻ തിയറി, ഇൻ്റഗ്രേറ്റീവ് ഇൻ പ്രാക്ടീസ്. അത് സമഗ്രമായിട്ടുള്ള ഒരു മനഃശാസ്ത്ര സമീപനമെന്ന് വേണമെങ്കിൽ പറയാം. സാർ അത് എന്തിനെക്കുറിച്ചാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ പെരുമാറ്റം എന്ന് പറയുമ്പോൾ അത് എല്ലാ തുറയിലും സൈക്കോളജിക്ക് ആപ്ലിക്കേഷനുണ്ട്. ഇപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പെരുമാറ്റ ശാസ്ത്രമാണ്. അപ്പോൾ പോളിറ്റിക്സ് ആയാലും എക്കണോമിക്സ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും ബിസിനസ് ആയാലും എല്ലാത്തിലും മനുഷ്യൻ്റെ പെരുമാറ്റം ഇൻവോൾവാണ്. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു മനഃശാസ്ത്ര സമീപനമാണ് ഹോളിഗ്രേറ്റീവ്. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ സാറിനെ കൂടുതൽ അറിയാൻ ശ്രമിച്ചത് തൊട്ട് എന്നോട് എല്ലാവരും പറഞ്ഞത് ഈ വീടും ഈ പരിസരവും സാറും വളരെ ഒരു മിസ്റ്റീരിയസ് ഫിഗറാണ്. അല്ലെങ്കിൽ നമ്മൾ ബ്രാം സ്റ്റോക്കറിൻ്റെ ഡ്രാക്കുളയിലൊക്കെ വായിക്കുന്നത് പോലെ അത്രയും മിസ്റ്ററി നിറഞ്ഞതും അങ്ങനെ ഒരു എനിക്ക് ആ ഒരു ഫീൽ എപ്പോഴൊക്കെ കിട്ടി. ഇവിടെ വരുന്നതും ജോണതൻ ഹാർക്കറിനെ പോലെ ഞാനിവിടെ വരുന്നതും സാറ് ഞാൻ കഥ തുറക്കുമ്പോൾ സാറ് എന്നോട് പറയുന്നതും മുകളിലേക്ക് വരൂ. അപ്പോൾ എനിക്ക് പണ്ടെങ്ങോ കുട്ടിക്കാലത്ത് വായിച്ച ആ ഒരു ബ്രാം സ്റ്റോക്കർ ബുക്കിലെ ഓർമ്മകളാണ് പെട്ടതും. അത് സാറിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ, ആസ് എൻ സാർ ഒരു സൈക്കോളജിസ്റ്റ് അല്ല, സാറ് സ്ഥിരമായി എന്താ പറയുക, സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റീസുമായി സംസാരിക്കുന്ന ഒരാളാണ് എന്നൊരു ലേബലും സാറിന് ഉള്ളതായിട്ട് സാറിന് അറിയാമോ? അങ്ങനെ ആളുകൾ വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ സാർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചോ? അങ്ങനെ അതിലെന്തെങ്കിലും സത്യം ഉള്ളത് കൊണ്ടാണോ, അതോ അവരങ്ങനെ വിചാരിച്ചോട്ടെ, അല്ലെങ്കിൽ അവരുടെ തോട്ട് അതിൽ പൊക്കോട്ടെ എന്നുള്ളൊരു കാരണം? അവരെങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ സാറ് അങ്ങനെ ഏതെങ്കിലും സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റിയുമായിട്ട് ബന്ധമുള്ള ഒരാളായതുകൊണ്ടാണോ? രണ്ടിലേതാണ് സാർ? എന്നെ സംബന്ധിച്ച് എല്ലാം മിസ്റ്ററിയാണ്. ഇപ്പോൾ ഒരു തരി മണ്ണ് എടുത്താൽ പോലും അതൊരു മിസ്റ്ററിയാണെന്നാണ് എൻ്റെ വിചാരം, അൾട്ടിമേറ്റായിട്ട്. അതുകൊണ്ട് ഈ മിസ്റ്ററി അല്ലാത്ത ഒന്നും വാസ്തവത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എക്സിസ്റ്റൻസ് തന്നെ മിസ്റ്ററിയാണ്. പിന്നെ എന്നെ മിസ്റ്റേക്കായിട്ട് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ, അതിലെനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. നമ്മളെ കൂടുതൽ മനസ്സിലാക്കുന്നതാണ് പ്രശ്നം. മനസ്സിലാക്കാതിരിക്കുന്നതുകൊണ്ടാണ് മിസ്റ്ററി ആയിട്ട് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് എല്ലാം മിസ്റ്ററിയാണ്. ബാക്കിയുള്ള മനുഷ്യരും എല്ലാം മിസ്റ്ററി തന്നെയായിട്ടാണ്. സാറൊരു സത്യാന്വേഷകനാണ്. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ റിസർച്ച് ആണല്ലോ സാർ കൂടുതലും വിശ്വസിക്കുന്നത്. അപ്പോൾ സാറിന് എപ്പോഴെങ്കിലും ഈ സാറിൻ്റെ റിസർച്ചിലൂടെ തോന്നിയിട്ടുണ്ടോ ഇതിലൊക്കെ ഒരു സത്യമുണ്ടെന്ന്, ഈ പറയുന്ന ഒരു അൺനാച്ചുറൽ പവർ ഉണ്ടെന്നോ, അങ്ങനെ ഒരു ഫീൽ സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ?
തീർച്ചയായിട്ടും സത്യം എന്നൊന്ന് ഉണ്ട്. അതിന് പല ലെവലുമുണ്ട്. റിലേറ്റീവായിട്ടുള്ള സത്യങ്ങളെയാണ് പലപ്പോഴും നമ്മൾ സത്യമെന്ന് പറയുന്നത്. അതങ്ങനെ തന്നെയാണ് താനും. പക്ഷേ പരമമായ സത്യം എന്നുള്ളത് ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തായിരിക്കാം, നമ്മുടെ മനസ്സിനും അപ്പുറത്തായിരിക്കും. സാർ നമുക്കൊന്ന് സാറിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകാം. സാറ് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നതും ഹൗ ഡിഡ് യു ഡെവലപ്പ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഫീൽഡ് ഓഫ് സൈക്കോളജി? സാറ് ചെറുപ്പം തൊട്ടാണോ, അല്ലെങ്കിൽ സാറ് ഇനി വളർന്നൊരു പോയിന്റ് എത്തിയപ്പോൾ ഇതിൽ അന്വേഷിക്കണമെന്നാണോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എബിലിറ്റി, അതിൻ്റെ ഒരു സയൻസ് സാറിന് ചെറുപ്പം തൊട്ടേ സാറിനുണ്ട് എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? തീരെ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ എനിക്കൊരു ഫിലോസഫിക്കൽ ടെമ്പർമെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അന്ന് അതൊരു നാച്ചുറലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ പ്രൈമറി ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, സാറിങ്ങനെ ബോർഡിലൊക്കെ എഴുതുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചിന്തിക്കുന്നത്, എല്ലാവരും പോയി കഴിഞ്ഞ് സാറും പോയി ഞങ്ങളുമൊക്കെ പോയി കുട്ടികളുമൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ബോർഡ് അവിടെ കാണുമോ? ആരും കാണുന്നില്ലെങ്കിലും ഈ ബോർഡിന് എക്സിസ്റ്റൻസ് ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവസാനം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, എല്ലാം ബോധത്തിലാണ് നിലകൊള്ളുന്നത്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അന്ന് കൺസീവ് ചെയ്യാൻ എനിക്ക് വൊക്കാബുലറി ഇല്ല, പക്ഷെ എന്നാലും ആ ഐഡിയ സാർ, അപ്പോൾ ഈ സിക്സ്ത് സെൻസ് എന്ന് പറയുന്നൊരു കോമൺ ആറാം ഇന്ദ്രിയം. അപ്പോൾ സാറ് നേരത്തെ ഞങ്ങൾ മുന്നേ കണ്ടപ്പോൾ സൂചിച്ച പോലെ ESP, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻസ്, അതിനെക്കുറിച്ച് എന്താണ് സാറിന്? അത് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒന്നാണ്. അതായത് ഇന്ദ്രിയങ്ങളിൽ കൂടെ അല്ലാതെ ഡയറക്റ്റായിട്ട് കിട്ടുന്ന അറിവാണ്. അത് എങ്ങനെയാണ് ഒരാൾ ഡെവലപ്പ് ആകുന്നതാണോ അതോ ബൈ ബർത്ത് ഉണ്ടാകുന്നതാണോ? അത് ബൈ ബർത്ത് അതിനൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. സാർ ആപ്റ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു അഭിരുചി, അതിനൊരു തയ്യാറ് അല്ലെങ്കിൽ ഒരു ഓപ്പൺനെസ്, അത് കുട്ടിക്കാലം തൊട്ടേ ഉള്ളവർക്കാണ് ഇത് കൂടുതൽ പേർക്കും ഇത് വരുന്നത്. സാർ, അതിനെ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അത് ഒരാളിൽ അതുണ്ടെന്ന്, ഒരു ESP ഉണ്ടെന്ന് ഒരു ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയായിരിക്കും നോർമലി വരുന്നത്? നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വല്ലപ്പോഴുമൊക്കെ ഇന്ദ്രിയാതീതമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ചിലർക്കത് കുറച്ച് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. പിന്നെ ചില അഭ്യാസങ്ങൾ വഴി ചിലർക്ക് ഇത് ഡെവലപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഈ സ്കില്ലിൻ ഡെവലപ്മെൻറ്റിന് പ്രത്യേകതരം എന്തെങ്കിലും എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ? ഈ അൾട്ടിമേറ്റായിട്ട് മെഡിറ്റേഷൻ തന്നെയാണ് ഇതിനുള്ള മെത്തേഡ്. പക്ഷേ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യവുമല്ല. അതിനും ഒരു അഭിരുചി വേണം. പിന്നെ ചിലർക്ക് അത് യഥാർത്ഥമായിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ, അങ്ങനെയുണ്ട്. അപ്പോൾ ESP ഒരാളിൽ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുമെന്നാണ് സാർ പറയുന്നത്? അതിനുള്ള ഒരു റെഡിനെസ് ജനിക്കുമ്പോഴേ ഉള്ളതായിരിക്കാം. ESP അതേ സമയത്ത് സാർ പറയുന്ന ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഇത് ഈ സൈക്കപ്പാസിറ്റീസ് എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. അത് ESPയും PKയും വരും. സൈക്കൈനസിസ്, അത് മൈൻഡ് ഓൺ മാറ്റർ. സാർ, സൈക്കോകൈനസിസ് ടെലികൈനസിസ് അത് രണ്ടും ഒന്നാണോ? ഈ സൈക്കോകൈനസിസിനകത്ത് വരുന്ന ഒന്നാണ് ടെലികൈനസിസ്. നമ്മളൊരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനെ പറ്റി സംസാരിച്ചല്ലോ. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു കോയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എനിക്ക് ഉള്ള വളരെ ലിമിറ്റഡ് നോളജിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, അതിൻ്റെ കൂടെ നമുക്ക് സൈക്കിക് എബിലിറ്റീസിനെ കോയിൻ ചെയ്യാൻ പറ്റുമോ? ഈ സൈക്കിക് എബിലിറ്റീസിൻ്റെ ഭാഗം തന്നെയാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനും സൈക്കോകൈനസിസും ചേർന്നാണ് സൈക്കിക് എബിലിറ്റീസ് എന്ന് പറയാമോ എന്ന് അറിഞ്ഞുകൂടാ. സൈക്കിക് ആയിട്ടുള്ള അനുഭവങ്ങളെന്ന് പറയുന്നതായിരിക്കും ഒന്നുകൂടെ ശരി. സൈക്കിക് എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് എങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? ഇത് പാരാനോർമൽ എന്നുള്ളതിന് വേറൊരു വാക്കാണ്. ESP ഉള്ള വ്യക്തികളാണോ? ESPയും PKയും ചേർന്നാണ്
സൈക്കിക്. സൈക്കിക്കും ഈ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ളവരുണ്ടല്ലോ, ഇവർ തമ്മിൽ നേരത്തെ ഒരു വ്യത്യാസമാണോ അതോ അതിൽ നല്ല വ്യത്യാസമുണ്ടോ സാറിൻ്റെ ഒരു ഐഡിയ? നല്ല വ്യത്യാസമുണ്ട്. ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അധികം പേർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ബന്ധമാണ്. അത് പാരാസൈക്കോളജിസ്റ്റുകൾ മാത്രം പറയുന്ന ഒരു ബന്ധമാണ്. അതായത് ഈ അബ്നോർമൽ എന്ന് പറയുന്ന ആളുകൾക്ക് ഈ സൈക്കിക് എക്സ്പീരിയൻസ് ഉണ്ടാകാനുള്ള സാധ്യത സാധാരണ മനുഷ്യരെക്കാൾ കൂടുതലായിരിക്കും എന്നേ ഉള്ളൂ. അതായത് ഈ സൈക്കിക് എബിലിറ്റീസ് 2 തരത്തിലുണ്ട്. ഒന്ന് ഡിസ്ട്രസ് സൈ, വേറെ ഒന്ന് സ്റ്റേബിൾ സൈ. ഈ ഡിസ്ട്രസ് സൈ എന്ന് പറഞ്ഞാൽ ഈ ഒരാൾക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ വൈകാരിക വിക്ഷോഭം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സൈക്കിക് പാത്ത് വേസ് ഓപ്പൺ അപ്പ് ചെയ്തെന്ന് വരാം. പക്ഷേ ഇത് അയാളുടെ കൺട്രോളിലായിരിക്കത്തില്ല. ഒരു ആക്സിഡൻറ്റിലൂടെയോ ആക്സിഡൻറ്റിലൂടെയും സംഭവിക്കാം. വൈകാരിക വിക്ഷോഭമാണ് കൂടുതൽ. പെട്ടെന്ന് അവർക്കുണ്ടാകുന്ന ഒരു വിഷമം അല്ലേ? പെട്ടെന്നല്ല, വൈകാരിക വിക്ഷോഭം ഉണ്ടായി അതതിൻ്റെ മൂർധന്യത്തിൽ എത്തുമ്പോഴാണ് സൈക്കിക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. സാറൊരു സൈക്കിക് ആണോ? ഒരു വളരെ ചെറിയ ഒരു സൈക്കിക് എന്ന് വേണമെങ്കിൽ പറയാം. സാർ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഇപ്പോൾ എക്സ്ട്രാ സെൻസറി ആയിട്ടുള്ള അനുഭവങ്ങൾ കൂടുതലുണ്ടാകുക, സൈക്കോ കൈനറ്റിക് ആയിട്ടുള്ള അനുഭവങ്ങൾ കൂടുതലുണ്ടാകുക, ഇങ്ങനെയുള്ളവരെയാണ് സൈക്കിക് എന്ന് സാധാരണ പറയുന്നത്. അത് ആദ്യമായി ഫീൽ ചെയ്തപ്പോഴാണ് ഇതുപോലെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം, ഇതുപോലൊരു പവർ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു ഫീല് സാറിന് എപ്പോഴാണ് ആദ്യം വരുന്നത്? അത് വളരെ ഈ മൈൽഡായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെയാണ് ആദ്യം ഉണ്ടാകുന്നത്. ഇതെല്ലാവർക്കും ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കും, അവരൊന്നും ഇത് സാധാരണ നോട്ട് ചെയ്തിട്ടില്ല. ഉദാഹരണമായിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുന്നു, നമ്മുടെ മുമ്പേ ഒരാൾ പോകുന്നു, നമ്മൾ അയാളെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പട്ടി കിടക്കുന്നു, നമ്മൾ പട്ടിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നു, പെട്ടെന്ന് പട്ടി തിരിഞ്ഞ് നമ്മളെ നോക്കുന്നു. അപ്പം നമ്മളതിനെ വാച്ച് ചെയ്യുന്നു എന്നുള്ളത് അത് സെൻസ് ചെയ്യുന്നു എന്നുള്ളത് സെൻസറി പവർ തന്നെയാണ് സാർ ഈ പറയുന്ന ESP അല്ലേ? ഏറെക്കുറെ അല്ലേ? അത് ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞത് അതിൻ്റെ ഒരു ഏറ്റവും മൈൽഡായിട്ടുള്ള എക്സാമ്പിൾ. വിത്ത് ടൈം സാറിൻ്റെ ഈ ചെറുതാണെങ്കിലും ഉള്ള സൈക്കിക് എബിലിറ്റീസ് അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ സാർ? അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതൊരു ശാപമാണ്. ഇതൊരു ശാപമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ വായിക്കും തോറും ഇത് അറിവുള്ളവരിത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കത്തില്ല എന്നുള്ളതാണ്. കാരണം ഇത് നമുക്കൊരു ശല്യമാണ്. ഇപ്പം മറ്റുള്ള ഒരു കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് അലേർട്ടിൽ എപ്പോഴും നമ്മൾ ഇരിക്കേണ്ടി വരും, അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇത് നമ്മുടെ ഈ ഒന്നാമത് പ്രകൃതി ഈ എക്സ്ട്രാ സെൻസറി എക്സ്പീരിയൻസ് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നമുക്ക് യാദൃശ്യമായിട്ട് വരുമെന്നുള്ളതേ ഉള്ളൂ. ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വഴി പോകുന്നവരുടെയൊക്കെ മനസ്സ് നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ആവശ്യമില്ലാത്ത ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ട് അതിനു വേണ്ടി ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം വീക്ഷണം തന്നെ എൻറ്റയർലി മാറിപ്പോകും. നമ്മൾ ഇത്രയൊക്കെ ഇതിലേക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ടെമ്പർ പരിശോധിക്കേണ്ടതല്ലേ? അല്ല, അതാണല്ലോ ഈ പാരാസൈക്കോളജി എന്ന് പറയുന്നത്. പാരാസൈക്കോളജി ആസ് ഇൻ എല്ലാ കാലത്തും ഒരു സ്യൂഡോ സയൻസ് ആണെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം എവിടെയൊക്കെ ഉണ്ട്. സാറിന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ഈ സ്യൂഡോ സയൻസ് എന്ന് അഭിപ്രായപ്പെടുന്നത് മെറ്റീരിയലിസ്റ്റാണ്, അതായത് ഭൗതിക വിശ്വാസികൾ. കാരണം അവർ ഇങ്ങനെയുള്ള ഒന്നിലും വിശ്വസിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം അത് അവരുടെ ഒരു സൈക്കോളജിക്കൽ ഡിഫെൻസാണ്. കാരണം ആത്മാവില്ല, മരണാനന്തര ജീവിതമില്ല. അപ്പോൾ അത് അവരുടെ കുറ്റബോധത്തിൽ നിന്ന് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായ ഭയത്തിൽ നിന്ന് വരുന്നതായിരിക്കാം. മനുഷ്യർക്കെല്ലാം ഓരോ തരത്തിലുള്ള ഡിഫെൻസ് ഉണ്ട്. അപ്പോൾ ചിലർ മതവിശ്വാസങ്ങളിലാണ് ഡിഫെൻസ് കണ്ടെത്തുന്നത്, ചിലർ ഭൗതിക വിശ്വാസത്തിലാണ്. എല്ലാം ഓരോ തരത്തിലുള്ള ഡോഗ്മകളാണ്. സാർ, അപ്പോൾ ഈ ഭൗതികമായ അല്ലെങ്കിൽ വളരെ മെറ്റീരിയലായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ അവരുടെ ഇൻഹെറൻ്റ്ലി അവരുടെ ഉള്ളിൽ ഒരു സെൻസ് ഓഫ് ഫിയർ ഉണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എല്ലാത്തരം ഡോഗ്മയുടെ അടിയിലും കിടക്കുന്നത് ഭയം തന്നെയാണ്.
ഓക്കെ സാർ. സാർ, ഞാനത് പ്രധാനമായിട്ടും ചോദിക്കാനുള്ളതിൻ്റെ കാര്യം, ലൈക്ക് നമ്മൾ പാരസൈക്കോളജിയുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ എത്ര വർഷമായി നമ്മൾ പാരസൈക്കോളജി പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് ഈ ഫീൽഡ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ ദിസ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി മുന്നോട്ട് വരുന്നത്? അതിൻ്റെ കൂടി ഒരു ഹിസ്റ്ററി ഒന്ന് പറയാമോ സാർ? ഇതിനെപ്പറ്റി പല അഭിപ്രായമുണ്ട്. ഇപ്പോൾ സാധാരണ ഒഫീഷ്യലായിട്ട് പറഞ്ഞാൽ 1882 ഇംഗ്ലണ്ടിൽ സൊസൈറ്റി ഫോർ സൈക്കിക്കൽ റിസർച്ച് സ്ഥാപിതമായപ്പോഴാണ് പാരാസൈക്കോളജി എന്നുള്ള ആധുനിക സയൻസ് തുടങ്ങിയെന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നത് എല്ലാം നമ്മൾ ഈ സായിപ്പിൻ്റെ വർഷം പറയണം. അപ്പോൾ അമേരിക്ക കണ്ടുപിടിച്ച ആരാണ് എന്ന് ചോദിച്ചാൽ ഉടനെ കുട്ടികളെല്ലാം പറയും ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. പക്ഷെ അതിനു മുമ്പ് അവിടെ റെഡ് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ നമ്മൾ ആരാണ് ഈ അമേരിക്ക കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ റെഡ് ഇന്ത്യൻസ് ആണെന്ന് വേണം പറയാൻ. അവരെന്ന് അവിടെ എത്തി എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. എന്ന് പറയുന്ന പോലെ പാരാസൈക്കോളജിക്കൽ റിസർച്ച് അതിന് എത്രയോ മുമ്പേ ഇന്ത്യയിലുണ്ടായിരുന്നെന്ന് ഇപ്പോൾ ഇന്ത്യയിലുള്ള സൈക്കോളജിക്കാർ പറയുന്നുണ്ട്. ഇവിടെ ബുദ്ധ മതക്കാരൊക്കെ വളരെ കൃത്യമായിട്ട് ഇത് പഠിച്ചിട്ടുണ്ട്. ജൈന മതക്കാർ 64 സിദ്ധികളുണ്ടെന്നൊക്കെ അതിന് എത്രയോ മുമ്പേ റിസർച്ച് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മിത്തോളജികളുമായിട്ട്, അതായത് പല മതങ്ങളുടെയും മിത്തോളജികളുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും എന്നാണോ വിശ്വസിക്കുന്നത്? പലതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, മിത്തോളജികൾ, മതങ്ങൾ. സാർ, ഇന്ത്യൻ ട്രഡീഷനിൽ ഇതിനൊരു വലിയ ഇതില്ലേ, സ്കോപ്പില്ലേ? ഇന്ത്യൻ ട്രഡീഷൻ മതപരമായിട്ടാണെങ്കിലും അല്ലാതെ നോക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഭൂതപ്രേതം ഇതിനെ ഒഴിപ്പിക്കൽ, ബാധ ഒഴിപ്പിക്കൽ, തീർച്ചയായിട്ടും. അതിപ്പോൾ വളരെ ബ്രോഡായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാശ്ചാത്യരെ അനുകരിച്ചിട്ട് ബഹിരാകാശ ഗവേഷണം നടക്കും. നമുക്ക് ISRO ഉണ്ട്, നമ്മൾ സാറ്റലൈറ്റുകൾ ഉണ്ടാക്കി വിടുന്നു. അപ്പോൾ ഇത് ഒരു ടിപ്പിക്കൽ വെസ്റ്റേൺ അപ്രോച്ചാണ്. അപ്പോൾ സത്യം അറിയുന്നത് നമ്മൾ ബാഹ്യ പ്രപഞ്ചത്തിനെ പഠിച്ചിട്ടാണ്. അങ്ങനെ അതുവഴി നമുക്ക് പരമമായിട്ടുള്ള സത്യം അറിയാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പാരാസൈക്കോളജി റിസർച്ച് ഈ നേരത്തെ പറഞ്ഞ സൈ കപ്പാസിറ്റീസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടെന്ന് വളരെ ആദ്യം തന്നെ തെളിവുകൾ ഇങ്ങനെ കിട്ടി വന്നു. പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്യാൻ ആണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് ശ്രമം. അത് ഇപ്പോൾ 2024 ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് കൺട്രോൾ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പ്രാക്ടിക്കൽ പർപ്പസസിന് ഉപയോഗിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാരാസൈക്കോളജിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പേര് മാറി സൈക്കോളജി ഓഫ് കോൺഷ്യസ്നെസ് എന്നൊരു വിഷയത്തിലേക്ക് പോയി. അത് ബോധാവസ്ഥകളുടെ മനഃശാസ്ത്രം. അതിപ്പോൾ വേറൊരു വിഷയമാണ്, ഉപവിഷയമെന്ന് വേണമെങ്കിൽ പറയാം. കോൺഷ്യസ്നെസ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതിലിങ്ങനെ പല ബോധാവസ്ഥകളെ പറ്റി പഠിച്ച് അവസാനം ഈ ട്രാൻസ്പേഴ്സണൽ സൈക്കോളജി എന്ന് വേറൊരു ഉപവിഷയത്തിലേക്ക് പോയി. ട്രാൻസ്പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സെൽഫില്ലാത്ത ബോധം. അതൊരു ബുദ്ധിസ്റ്റ് കൺസെപ്റ്റാണ്. സെൽഫ് തന്നെ അൺറിയലാണ്. സെൽഫില്ലാത്ത ബോധമാണ് പരമമായ ബോധോദയം എന്ന് പറയുന്നത്. സാർ, ഇത് നമ്മൾ മിത്തോളജി നോക്കുമ്പോഴെല്ലാം ഇതിന് പോപ്പ് കൾച്ചറിൽ വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പാരാസൈക്കോളജിസ്റ്റുകളെ കാണിക്കുന്നത്, സിനിമകൾ കാണിക്കുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ടേക്കുള്ളൊരു സിനിമ എനിക്ക് തോന്നുന്നു പകൽ നക്ഷത്രങ്ങളാണ്. അതിൽ ശ്രീ സുരേഷ് ഗോപി ചെയ്ത ക്യാരക്ടർ, ദാറ്റ് വാസ് ലൈക്ക്, അത് വളരെ രസകരമായൊരു ഇൻസ്റ്റൻസ് ആയിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. സാർ, അപ്പോൾ പാരാസൈക്കോളജിസ്റ്റുകൾ എപ്പോഴെങ്കിലുമൊക്കെ വളരെ എക്സെൻട്രിക് ആയിട്ടൊക്കെ സിനിമയിൽ കാണിക്കുന്നതിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താ? ഞാൻ പറയുന്ന വളരെ ആക്യുറേറ്റ് വെർഷൻ, അല്ലെങ്കിൽ ആ പകൽ നക്ഷത്രങ്ങളുടെ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ പാരാസൈക്കോളജിസ്റ്റ് ആക്യുറേറ്റ് ആണ് എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഒട്ടും തോന്നിയിട്ടില്ല. ഈ പകൽ നക്ഷത്രം സിനിമയിൽ സുരേഷ് ഗോപി തൊണ്ടയിൽ എന്തോ ഒക്കെ വെച്ചാണ്, അദ്ദേഹത്തിൻ്റെ ലാരിൻസിന് എന്തോ പ്രോബ്ലം പറ്റിയിട്ട്, അതങ്ങനെ അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിലും ഒരു സെൻസ് ഓഫ് ഓവർ ഡൺ ഫീലിംഗ് സാറിന് തോന്നിയിട്ടില്ല? സാർ സിനിമകൾ കാണുന്ന ആളല്ലേ? മുമ്പ് ഒരുപാട് കാണുമായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ കാണാറില്ല. പകൽ നക്ഷത്രങ്ങൾ ആക്ച്വലി അന്ന് സാർ പറഞ്ഞില്ലേ ഇവിടെയല്ലേ അതിൻ്റെ? ഇവിടെയാണ് കുറേ ഷൂട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വീടായിട്ട് കാണിക്കുന്നത് സാറിൻ്റെ
സുരേഷ് ഗോപിയുടെ വീടായിട്ട് കാണിക്കുന്നത് അതിപ്പോൾ പുതിയൊരു എനിക്ക് ആക്ച്വലി ഒരുപാട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ആക്ച്വലി ഒരുപാട് ഇഷ്ടമുള്ളൊരു സിനിമയാണ്. പക്ഷെ സാറ് പറയുന്നത് അതും കുറച്ച് ഓവർ ഡൺ ആണ് എന്നാണോ? അത് ഓവർ ഡൺ എന്നുള്ളതല്ല, അത് ഓഡിയൻസിനെ സുഖിപ്പിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താൻ ഒരു സിനിമാറ്റിക് എലമെന്റ് കൊണ്ടുവന്നു. സിനിമാറ്റിക് എലിമെൻ്റ് കൂടുതൽ കൊണ്ടുവന്ന് അത് ഫെയിലായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ സിനിമകൾ മുൻപ് കണ്ടിരുന്ന ഒരാൾ ആണ് എന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ബേസിക്കലി നമ്മൾ പോപ്പ് കൾച്ചറിൽ ഈ സിനിമകൾ ആസ് ഇൻ മണിച്ചിത്രത്താഴ്, ശ്രീകൃഷ്ണ പരുന്ത്, ഈ ലോട്ടിൽ സാറിൻ്റെ ഏറ്റവും ഫേവററ്റ് ഏതാണ്? ശ്രീകൃഷ്ണ പരുന്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അത് കാരണം അത് അറ്റ്മോസ്ഫിയർ നന്നായിട്ട് അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പാരാനോർമൽ അന്തരീക്ഷം, അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടപ്പെട്ടത്. മണിച്ചിത്രത്താഴ് ഒരു ത്രില്ലറാണ്. അതിൻ്റെ കഥയും സ്ക്രീൻ പ്ലേ എഴുതിയ മധു മുട്ടത്തിന് എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷേ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എനിക്കറിയാം. സാർ നമ്മൾ ഈ ശ്രീകൃഷ്ണ പരുന്തിൻ്റെ ഇതിലേക്ക് വന്നല്ലോ. അപ്പോൾ നമ്മൾ അതിലും ഒരു മിത്തറോളജിക്കൽ എലമെൻ്റ് ഉണ്ട്. ലൈക്ക് ഈ മൂർത്തികളെ ആരാധിക്കുക, ഗന്ധർവൻ, യക്ഷി, ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ സാർ? സാറിന് വാട്ട് ഡു യു തിങ്ക്? ഇത് പല കാര്യങ്ങൾ മിക്സ് ചെയ്താണ് ഈ കൺസെപ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഗന്ധർവൻ, യക്ഷി എന്നൊക്കെ പറയുന്നത് ബേസിക്കായിട്ട് ഹിമാലയത്തിലുള്ള ട്രൈബൽ ഗ്രൂപ്പ്സാണ്. അത് ഈ ഗാന്ധാരം എന്നുള്ള സ്ഥലം, ഖാണ്ഡഹാർ, അവിടുന്ന് വന്ന ആളുകളെയാണ് ഗന്ധർവന്മാരെന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ യക്ഷനും യക്ഷിയും എന്നൊക്കെ പറയുന്നത് അത് ഹിമാലയത്തിലുള്ള ട്രൈബൽസാണ്. അവരൊക്കെ നന്നായിട്ട് പാടുന്നവരാണ്. അവരൊരു മംഗോളിയൻ മിക്സുള്ള ആളുകളാണ്. സാർ നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കാണുന്നൊരു കോമൺ ആയിട്ട് കാണുന്നൊരു സാധനം ആഭിചാരം, ആവാഹനം, അങ്ങനെ നമ്മൾ ഒരുപാട് ടേംസ് ആയിട്ടുണ്ട്. പാരനോർമൽ എൻറ്റിറ്റി എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ അതിൽ പ്രേതം, ഭൂതം, അങ്ങനത്തെ ഒരു ടെർമിനോളജിയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? അത് മാത്രമല്ല, ഇപ്പോഴും നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു സാധനം, ദുർമൂർത്തികളെ ആരാധിച്ചു കഴിഞ്ഞാൽ, ചില ദുർമൂർത്തികളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഒരു 1-2 എക്സാമ്പിൾസ് ലൈക്ക് ശ്രീകൃഷ്ണ ചാത്തനും ലൈക്ക് ശ്രീകൃഷ്ണ പരുന്തും തന്നെ ഉണ്ട്. വരാഹി, യക്ഷി, അങ്ങനെയൊക്കെ പറയും. യക്ഷിയൊക്കെ ആരാധിച്ച് ഒരുപാട് സമൃദ്ധി ഉണ്ടായ ആളുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് സാർ? ഈ ദുർമൂർത്തികളെന്ന് നമ്മൾ പറയുന്നതൊന്നും ചരിത്രപരമായിട്ട് ദുർമൂർത്തികളായിരുന്നില്ല. ഈ ചാത്തൻ എന്ന് പറയുന്നത് ശരിക്കും ശാസ്താവിൽ നിന്ന് വന്നതാണ്. അപ്പം ശാസ്താവെന്ന് പറയുന്നത് ബുദ്ധനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അത് ബുദ്ധൻ ദുർമൂർത്തിയാണെന്ന് പറയാൻ പറ്റില്ല. യക്ഷി എന്ന് പറയുന്നത് ജൈനമതത്തിൽ വളരെ സാത്വികമായിട്ടുള്ള മൂർത്തികളാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ പണ്ട് ജൈന ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അതെ, വയനാട്ടിലിപ്പോൾ റീസെൻ്റായിട്ട് വയനാട്ടിലിപ്പോൾ അങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട്. നമുക്ക് ഈ മാർത്താണ്ഡം കഴിയുമ്പോൾ ഒരു ജൈന ചിത്തിരിക്കലാണോ? ചിത്രാൽ. ഞാൻ പോയിട്ടുണ്ട്. എപ്പോഴും അവിടെ ഒരു കൊത്തുപണികളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ കർണാടകയിൽ പല ആവശ്യങ്ങൾക്കും പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ജൈന ക്ഷേത്രങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അത് തീർത്ഥങ്കരൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും യക്ഷനും യക്ഷിയുണ്ട്. അപ്പോൾ ജൈന മതക്കാർക്ക് സ്ട്രിക്റ്റായിട്ട് റൂളുണ്ട്, തീർത്ഥങ്കരനോടൊന്നും ചോദിക്കാൻ പാടില്ല. ഇപ്പോൾ കുട്ടികൾ പരീക്ഷ പാസ്സാണെങ്കിൽ യക്ഷിയോടാണ് അപേക്ഷിക്കുന്നത്, എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് തരണം. ഇതിനോട് ബന്ധപ്പെടുത്തി നമുക്ക് ചോദിക്കാമല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു താഴ്ന്ന, അതായത് സോഷ്യൽ സ്റ്റേച്ചറിൽ താഴ്ന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ ഈ ദുർമൂർത്തികളെ ആരാധിച്ചു വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും ഒരു മറയല്ലേ സാർ? ലൈക്ക് അവരെ ഉപദ്രവിച്ച മേലാളന്മാരെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ളൊരു മറ ആയിക്കൂടെ? അത് പലതും ആകാം. ഈ ദുർമൂർത്തി, സന്മൂർത്തി എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ക്ലാസിഫിക്കേഷനാണ്. അത് ആരാധിക്കുന്ന ആളെ സംബന്ധിച്ച് അത് ചിലപ്പോൾ സന്മൂർത്തി ആയിരിക്കാം. ഇപ്പോൾ നമ്മളിപ്പം വേറൊരാളെ ആരാധിക്കുന്നതൊക്കെ ദുർമൂർത്തിയാണെന്ന് ഒരു വിധി എഴുതേണ്ട ആവശ്യമില്ല. ഇല്ല.
പിന്നെ ഈ പറയുന്ന പോലെ പാവങ്ങൾ മാത്രമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന്റെ പുറകെ നിൽക്കുന്നത് ഈ ഒരു വെൽത്ത് ജനറേഷൻ. ഇപ്പോൾ സെയ്ത്തൻ വർഷിപ്പ് ഭയങ്കര പോപ്പുലറായിട്ട് കേരളവും ഇന്ത്യയും ലോകമെമ്പാടും സെയ്ത്തൻ വർഷിപ്പ് ഭയങ്കര പോപ്പുലറാണ്. അത് അവർക്ക് ആക്ച്വലി എന്താ പറയുക, അതൊരു അവർ വലിയൊരു നെക്സസ് ആയി മാറിക്കൊണ്ടിരിക്കുകയല്ലേ സാർ? അതായത് മറ്റുള്ളവർക്ക് ഹാനികരമായിട്ടുള്ള നമുക്കൊരു താൽക്കാലിക ലാഭം കിട്ടുന്നതിന് വേണ്ടി ഒരു മൂർത്തി ആരാധിക്കുമ്പോൾ അത് ദുർമൂർത്തി എന്ന് നമുക്ക് പറയാം എന്നുള്ളതേ ഉള്ളൂ. നേരെ മറിച്ച് നമുക്കും മറ്റുള്ളവർക്കും ആത്യന്തികമായിട്ട് ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു മൂർത്തിയെ ആരാധിക്കുമ്പോൾ അത് സന്മൂർത്തി എന്ന് പറയാം. ഈ സെയ്ത്തൻ വർഷിപ്പിന്റെ ബേസിക് ക്രക്സ് ആയിട്ട് ഇവർ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും, നമ്മൾ ഭയങ്കര വെൽത്തി ആവും, വെൽ ഓഫ് ആവും. താൽക്കാലികമായിട്ടുള്ള പ്രയോജനം. ഈ പറയുന്ന വർഷിപ്പ് ചെയ്യുന്നതുകൊണ്ടാണോ അതോ ഇവര് പലരും അതിൻ്റെ അകത്ത് എലൈറ്റ് പീപ്പിളാണ്, അപ്പൊ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഹെൽപ്പ് കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ക്ലബിൽ എക്സാക്ട്ലി എനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് നെറ്റ്വർക്കിംഗ്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ എ വെരി, നമ്മളിങ്ങനൊരു ഒക്കൾട്ട് സൈത്താനിക് ക്ലബിലുണ്ടെന്ന് വിചാരിക്കുക. യു ആർ 1 മെമ്പർ, ഐ എം 1 മെമ്പർ, സാർ ഒരു മെമ്പറാണെന്ന് വിചാരിക്കുക. അപ്പോൾ സാറിൻ്റെ കയ്യിൽ ഒരു സ്ഥലമുണ്ട്, ഞാനൊരു ഭയങ്കര എന്താ പറയുക, ഞാനൊരു റിയൽറ്ററാണ്, അശ്വിൻ ഒരു ബയറാണ്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് എനിക്ക് സാറിൻ്റെ സ്ഥലം സാറിൻ്റെ ഒരിക്കലും വിറ്റുപോകാത്ത സ്ഥലം എനിക്ക് ചിലപ്പോൾ വിറ്റ് കൊടുക്കാൻ പറ്റും. ആ നെറ്റ്വർക്കിങ്ങിനെ ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്താ പറയുക, സെയ്ത്തൻ ഈ ആഗ്രഹം സാധിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ ആയിക്കൂടെ സാർ? വർഷിപ്പിന്റെ ഭാഗം അല്ലാണ്ട് ഇങ്ങനെ ആയിക്കൂടെ? അപ്പോൾ അത് വെറുതെ ഒരു ക്ലബ്ബ് എഫക്റ്റ്. ഇപ്പം തലവെട്ടി ക്ലബ്ബ് മെമ്പറാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. അതെ അതെ, ഈ ആഗ്രഹങ്ങൾ എന്തായാലും ഈ സെയ്ത്തൻ റിച്വൽസിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഹെഡ് പ്രീസ്റ്റ് അറിയുമല്ലോ. എന്താണ് സാർ ഇവരുടെ ഒരു റിച്വൽസ് എന്ന് പറഞ്ഞാൽ? ഇൻവേർട്ടഡ് ക്രോസ്. ഇവരുടെ മെയിൻ എയിം എന്താണ് സാർ? കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഹെൽപ്പും ആ നെറ്റ്വർക്കിങ്ങിലാണ് ഇവരുടെ ആ ഒരു ഗ്രോത്ത്. എല്ലാവരും ഒരേപോലെ വളരുന്ന, ബേസിക്കലി ഇതെല്ലാം നെറ്റ്വർക്കിംഗ് ആണ്. അപ്പോൾ പക്ഷേ എന്നാൽ പോലും ഇവർക്കൊരു എയിം ഉണ്ടാവില്ല. ഈ ഒരു പ്രോസസ്സും ഈ ഒരു രീതികളും റിച്വൽസും ചെയ്യണമെങ്കിൽ ഒരു എയിം ഉണ്ടാവില്ല സാർ? അത് വളരെ ക്ലിയറാണ്. ഈ സേറ്റൻ വർഷിപ്പിൻ്റെ ഫിലോസഫി തന്നെ പറയുന്നത് താൽക്കാലികമായിട്ട് നമുക്ക് സുഖം കിട്ടാൻ വേണ്ടി സെക്സ് ഇതിൽ വലിയൊരു പാർട്ടല്ല. സെക്സ് വലിയ പാർട്ടാണ്. അപ്പോൾ താൽക്കാലികമായ സുഖം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അവർ സെക്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു മനഃപൂർവ്വം ഒരു ദുർമൂർത്തിയെ പ്രാർത്ഥിക്കുന്നു. അതൊരു മറയായിട്ട് വെച്ച് അറിയല്ല. അപ്പോൾ അവർ വിചാരിക്കുന്നത് കുറച്ചും കൂടെ കാണിച്ചിട്ട്, പക്ഷെ അതിന്റെ പുറകിൽ ഇതുപോലത്തെ അതെ, ഇത് ലൈക്ക് നമുക്ക് ഇപ്പോൾ സെക്ഷൽ നീഡ്സ് ഒരുവിധം സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഇൻ ജനറൽ ദേ വിൽ ബി ഹാപ്പി. സോ അങ്ങനെ ഒരു ഹാപ്പിനെസ് കിട്ടുമ്പോൾ ദേ വിൽ കീപ്പ് ഓൺ വർഷിപ്പിംഗ് ബിക്കോസ് ദേ എന്നുവെച്ചാൽ ദേ ഗെറ്റ് റെഗുലർ ആക്ഷൻ. ദേ ഗെറ്റ് ലൈക്ക് ഒരു സ്ഥിരമായിട്ട് ഇങ്ങനൊരു ഇന്റർ കോഴ്സിലേക്ക് ഇവർക്ക് പോകുന്നതുകൊണ്ട് ദേ ഹാവ് ദിസ് ഇൻ മൈൻഡ്. ലൈക്ക് അവർക്ക് ഇനിയും അവര് ലൈക്ക് എന്താ പറയാ, സെയ്ത്തനാണ് നമുക്ക് തരുന്നത്. അങ്ങനെ ബേസിക്കലി ഇത് നെറ്റ്വർക്കിങ്ങും അതിലൂടെ ഇത് അവർ പ്രൊമോട്ട് ചെയ്യുന്ന എന്താണ്? ഇതാണ് അതായത് ഇതൊക്കെ അഡിക്ഷൻ ഫാമിംഗ് ആണ്. ഇപ്പോൾ സെക്സൊക്കെ അഡിക്ഷൻ ഫാമിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ലൂപ്പിനകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നീഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫിലോസഫി പറയുന്നത് ആത്യന്തികമായിട്ട് ഇത് നമ്മളെ ഉപദ്രവിക്കും, നമുക്ക് നാശം തന്നെയാണ്. പക്ഷേ താൽക്കാലികമായിട്ട് നമുക്ക് സുഖങ്ങൾ കിട്ടും. കുരുതി ഉണ്ടെന്ന് തോന്നുന്നില്ല. സ്വയം ബ്ലഡ് കൊടുക്കുന്ന റിച്വലൊക്കെ ഉണ്ടായിരിക്കാം. അത് ലീഡറായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയും. അതെ അതെ. സാറിന് സെയ്ത്തൻ വർഷിപ്പേഴ്സിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഒരുപാട് കാലഘട്ടത്തിന് ഇതുമായിട്ട് ഇൻട്രാക്ഷൻ വേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഈ സെയ്ത്തൻ വർഷിപ്പ് എന്നൊക്കെ കേട്ടു തുടങ്ങിയ കാലത്ത് ഏഷ്യാനെറ്റ് ഒരു പയ്യനെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ആ പയ്യനെ ഇൻ്റർവ്യൂ ചെയ്തു. പയ്യൻ്റെ മുഖം കാണിക്കുന്നില്ല, എൻ്റെ മുഖമേ കാണിക്കുന്നുള്ളൂ. ആ പയ്യൻ സെയ്ത്തൻ വർഷിപ്പിൽ പെട്ടുപോയി അതിൽ നിന്ന് മാറിയ പയ്യനാണ്. അതായത് പയ്യന് ഒരു യഥാർത്ഥ പ്രേമമുണ്ടായി. അപ്പോൾ സെയ്ത്തൻ വർഷിപ്പിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ആരോടും അങ്ങനെ ആത്മാർത്ഥത പാടില്ല, യഥാർത്ഥ സ്നേഹം പാടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ പയ്യന് യഥാർത്ഥ പ്രേമം ഉണ്ടായപ്പോൾ പയ്യന് തന്നെ മനസ്സിലായി ഇതിനകത്ത് നിൽക്കാനൊക്കത്തില്ലെന്ന്. അപ്പോൾ അവരുമായിട്ട് പിണങ്ങി.
അപ്പോൾ ഒരാളോട് പ്രത്യേക ഒരു അഫെക്ഷൻ പാടില്ല. അതെ അതെ, ആരോടും ആത്മാർത്ഥത പാടില്ല. ആ. സാർ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഒരു സാധനമാണല്ലോ ഒടിയൻ എന്ന് പറയുന്നത്. എന്താണ് സാർ ഒടിയൻ? ഞാൻ ഈ ഒടിയൻ എന്ന് പറയുന്ന കുറേ പേരെ പണ്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവരുടെ മന്ത്രങ്ങളൊക്കെ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പാലക്കാട് അടുത്തുള്ള ചില ഗ്രാമങ്ങളിലാണ് ഈ ഒരു വിശ്വാസമുള്ളത്. അത് ചില ജാതിയിൽപ്പെട്ടവരുടെ ഇടയ്ക്കാണ് ഇതുള്ളത്. പ്രത്യേകിച്ച് ഈ പാണൻ പറയൻ എന്നൊക്കെ ഉള്ള ചില കമ്മ്യൂണിറ്റീസിലാണ് ഈ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ അവർ ഈ ചില മൂർത്തികളുണ്ട്. ആ മൂർത്തികളെ പ്രാർത്ഥിച്ച്. എന്ത് മൂർത്തികളാണ് സാർ? കല്ലടിക്കോടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പാലക്കാട് അടുത്ത്. അവിടെ കരിങ്കാളി ഒരു മൂർത്തിയാണ് അവർ ആരാധിക്കുന്നത്. അത് ഒറിജിനലായിട്ട് പാണന്മാരുടെ ഒരു മൂർത്തിയായിരുന്നു. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഈ മന്ത്രമൊക്കെ എൻ്റെ ഒരു ഒടിയൻ തന്നെ എഴുതി തന്നിട്ടുണ്ട്. ഇത് എന്തിനുള്ള മന്ത്രങ്ങളാണ് സാർ? ഈ ദേവിയെ, ഈ കരിങ്കാളി എന്ന് പറയുന്ന പ്രീതിപ്പെടുത്താൻ. അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണങ്ങളാണ്? അതുകൊണ്ട് ഇവർ പറയുന്നത് ഇവർക്ക് മൃഗങ്ങളായിട്ട് വേഷം മാറാൻ കഴിയും, രൂപം മാറും. ഒരു ഐതിഹ്യമുണ്ട്, ഒരു കുട്ടി ഒടിയനുള്ള നാട്ടില് കുട്ടികൾ ജനിക്കുമ്പോൾ അമ്മമാർ ഒരുപാട് സൂക്ഷിക്കുന്നു. കാര്യം ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഇതിലേക്ക് മാറ്റാനല്ലേ കുട്ടി സംതിങ്. ഞാനിത് യൂട്യൂബ് കമന്റ് വെച്ചാൽ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ദേ കിൽ ദീസ് ബേബീസ്, ന്യൂ ബോൺ ബേബീസ്, ആൻഡ് ദെൻ അതിൽ നിന്ന് ദേ മേക്ക് ഒരു പേസ്റ്റ് പോലത്തെ സാധനം, എന്നിട്ട് അതൊക്കെ ദേഹത്ത് തേച്ച് അങ്ങനെയാണ് ഇവർ ഷേപ്പ് ഭയങ്കര പ്രാകൃതം. അത് അങ്ങനെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി അത് ദേഹത്തൊക്കെ തേച്ച് അങ്ങനെയാണ് ഇവർ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഐ ഫ്രെഡ് ദിസ്. അല്ല, ഇത് വാസ്തവത്തിൽ ഈ ഉയർന്ന കാസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകളിലെ സ്ത്രീകൾ ഉണ്ടാക്കിയ കഥയാണ്. അതായത് ഈ പഴയ കാലത്ത് ഈ വെളുത്ത പെണ്ണുങ്ങളെ ഈ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ രാത്രിയിൽ വെളിയിൽ നിന്ന് ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും. കോഴിയെപ്പോലെയും പൂച്ചയെപ്പോലെയും, ഇതൊക്കെ സിഗ്നലാണ്. അപ്പോൾ ഈ വെളുത്ത പെൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി രാത്രി ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാനൊക്കെ ഈ പെണ്ണുങ്ങൾ ഇറങ്ങുമ്പോൾ അവരെയൊക്കെ ആകർഷിച്ച് കൊണ്ടുപോയി ലൈംഗികമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പെൺകുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കാൻ ഉണ്ടാക്കിയ കഥയാണ്. അതായത് ഇവർ ഈ ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഭ്രൂണത്തിനെ ഇവർ ആകർഷിച്ചെടുക്കും. ഫീറ്റസ് ആണല്ലേ, ന്യൂ ബോൺ അല്ല, ഫീറ്റസിനെയാണ്. ഫീറ്റസ് അതിനെ എടുത്ത് അവർ അതെ ഇത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നത്. അവരെ മാക്സിമം താഴ്ത്തി കാണിക്കാനുള്ളൊരു ഇതാണ്. സാർ ഈ ഒടിയന്മാരെ ഇന്റർവ്യൂ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ഒടിയൻ സിനിമ കണ്ടായിരുന്നോ? കണ്ടു. എന്ത് തോന്നി? എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ആ സിനിമ ഫെയിലിയർ ആയിരുന്നു. അത് അതിൻ്റെ അറ്റ്മോസ്ഫിയർ ഒന്നും അവർക്ക് പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. സാർ ഇനിയൊരു വളരെ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഉണ്ടോ ഇല്ലയോ? നമ്മൾ ഈ സൂപ്പർ നാച്ചുറൽ എന്നുള്ള വാക്ക് പാരാസൈക്കോളജിയിൽ ഉപയോഗിക്കാറില്ല. പാരാനോർമൽ എന്നാണ് പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈ സംഭവിക്കുന്നതെല്ലാം നേച്ചറിൻ്റെ പാർട്ട് തന്നെയാണ്. അത് സാധാരണ സംഭവിക്കുന്നതും അസാധാരണമായിട്ട് സംഭവിക്കുന്നു എന്നുള്ള വ്യത്യാസമാണ്. അതായത് നമ്മൾ ഈ കാണുന്ന റെഗുലാരിറ്റീസ് ഓഫ് നേച്ചർ അത് അബ്സല്യൂട്ട് അല്ല, റിലേറ്റീവാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്. അല്ല സാർ, നമ്മളൊരു എൻറ്റിറ്റിയെ കാണാതെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കാതില്ല? അല്ല, എൻറ്റിറ്റിയെ കണ്ടാൽ തന്നെയും അതിൽ വിശ്വസിക്കണമെന്നില്ല. കാണാൻ പറ്റുമോ? അത് ഒരുപാട് പേര് കാണുന്നുണ്ട്. നിഴലല്ല, മനുഷ്യനെ പോലെ തന്നെ കാണും. അത് ആക്ച്വലി സത്യമാണോ? പിന്നെ നിങ്ങളുമൊക്കെ കാണുന്നുണ്ടാവും, നിങ്ങൾ തിരിച്ചറിയുന്നില്ല, അല്ലെ ഓർക്കുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാം തോന്നലാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കാണുന്നുണ്ട്, അതൊരു തോന്നലല്ലേ? അല്ല, അങ്ങനെയല്ല സാർ. നമ്മളിപ്പോൾ സാർ ഇവിടെ ഇരിക്കുന്നതും സാറുമായിട്ട് സംസാരിക്കുന്നതും
നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതെ, അതുപോലെ തന്നെയാണ് ഇതും അങ്ങനെ ഒരു ഫീലിംഗ് ആണോ? അതങ്ങനെ തന്നെയാണ്. സാർ എപ്പോഴെങ്കിലും സാർ ആ ഫീലിംഗ് അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്, നിങ്ങളും അനുഭവിച്ച് കാണും, നിങ്ങളത് ഓർക്കുന്നില്ലെന്നേ ഉള്ളൂ. കാരണം നമുക്കെല്ലാം ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരാവശ്യമുണ്ട് ബേസിക്കായിട്ട്. അപ്പോൾ അസാധാരണമായ എക്സ്പീരിയൻസ് ഉണ്ടായാൽ സാധാരണ ആളുകളത് ഓർത്ത് വെക്കാറില്ല. അപ്പോൾ എനിക്ക് ഈ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അസാധാരണമായ എക്സ്പീരിയൻസ് ഉണ്ടായാൽ ഞാനത് നോട്ട് ചെയ്യും, ഓർത്ത് വെക്കും. ഈ പാരാസൈക്കോളജി ഫ്രെയിം വർക്കിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അൺയൂഷ്വലായിട്ടുള്ള ചില എക്സ്പീരിയൻസുകളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ അസാധാരണമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ അത് പല തരത്തിലാകാം, പല ടൈപ്പാകാം, പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാകുന്നത്, നമുക്കിപ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നു, ഇരുട്ടാണ്, നമുക്ക് പേടിയുണ്ട്, ഹാലൂസിനേഷൻസ് ഉണ്ടാകും. ഇപ്പോൾ ഒരു വാഴ ഇങ്ങനെ കാറ്റത്ത് ആടുന്ന കണ്ടാൽ അത് ഗോസ്റ്റായിട്ട് നമ്മൾ കണ്ടെന്ന് വരാം. മാന്നാർമത്തയിലുണ്ട്, അത് വാഴയായി മത്തയിച്ച അതുമാതിരി. അതൊരു ഹാലൂസിനേഷനാണ്, അത് ഒരു ലെവല്. പിന്നെ വേറൊന്ന്, നമ്മളുടെ ഒരു ബന്ധു അമേരിക്കയിലുണ്ട്, അയാൾ പെട്ടെന്ന് മരിക്കുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അയാളുടെ രൂപം മുമ്പിൽ കണ്ടെന്ന് വരാം. അതൊരു ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എക്സ്റ്റേണലൈസ് ചെയ്ത് കാണുന്നതാണ്. ട്വിൻസിൽ ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യുന്നു പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും. ട്വിൻസിന് ടെലിപ്പതി കോണ്ടാക്റ്റ് ഉണ്ടാകാറുണ്ട്. അതിന് റീസൺ എന്തെങ്കിലും ഉണ്ടോ സാർ? അത് മനസ്സ് തമ്മിലുള്ള സിമിലാരിറ്റിയാണ് അതിൻ്റെ. സാർ, നമ്മൾ ഈ സൂപ്പർ നാച്ചുറൽ എലമെൻസിനെ പാരനോമൽ, സൂപ്പർ നാച്ചുറൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ പാരനോമൽ എലമെൻറ്റ്സ് എന്ന് പറയുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻസിനെ പറ്റി ചോദിച്ചു. അപ്പോൾ നേരത്തെ ആ ഇൻഡിക്കേഷൻസ് അങ്ങനെ കാണുന്നത് മനസ്സിൻ്റെ തോന്നലാണെന്ന് നമുക്ക് പറയാം. പക്ഷേ സാർ, ആക്ച്വലി മരണം നടന്ന വീടുകളിൽ മരിച്ച ആളിന് ഇഷ്ടമുള്ള സാധനം, ഇപ്പോൾ മരിച്ച ആൾ സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ രാത്രി ഒരു അസമയം എന്ന് പറയുമ്പോൾ ലേറ്റ് ഇൻ ടു നൈറ്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടി മലയാളത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രിയുടെ യാമങ്ങളെന്ന് പറയുമല്ലോ, 2-ാം യാമം 3-ാം യാമം, രാത്രിയുടെ 3-ാം യാമമാണ് ഈ പാരനോമൽ എൻറ്റിറ്റീസിൻ്റെ സമയമെന്ന് പല സ്ക്രിപ്റ്റേഴ്സിലും ഉണ്ട്. അത് മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള സമയമല്ല, ഐ തിങ്ക് മഹാഭാരത് അതിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പെർട്ടിക്കുലർ സമയങ്ങളിൽ ഇതിനെന്തെങ്കിലും സമയമുണ്ടോ സാർ ഇങ്ങനെ അറിയാനായിട്ട്? ആ സമയങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ എൻറ്റിറ്റീസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് പോസിബിൾ ആണോ? ഈ നമ്മളുടെ മൈൻഡിൻ്റെ ട്യൂണിങ് ഈ പാരാനോർമൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ നമ്മളുടെ മൈൻഡ് എപ്പോഴാണോ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ വരുന്നത്, അപ്പോൾ പാരാനോർമൽ എക്സ്പീരിയൻസ് ഉണ്ടാകും. ചിലർക്കത് 3-ാം യാമത്തിലായിരിക്കും, ചിലർക്ക് നട്ടുച്ചയ്ക്കായിരിക്കും. അത് ഓരോരുത്തരുടെ മൈൻഡിൻ്റെ സാർ, ഈ മണങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെ സ്മെല്ലൊരു വലിയ ഫാക്ടറാണെന്ന് കേട്ടിട്ടുണ്ട്. ആ സ്മെല്ലിന് അതിൻ്റെ റിയാലിറ്റി എന്താണ് സാർ? അതായത് ഈ നമ്മളുടെ 5 സെൻസുകളിൽ ഈ പാരാനോർമലുമായിട്ട് ഏറ്റവും അടുത്ത ഒരു സെൻസായിട്ടാണ് സ്മെല്ല് പറയുന്നത്. കാരണം പല സൈക്കിക്സിനും ഈ ഒരു പാരാനോർമൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ഒരു സ്മെല്ലാണ്. ഉദാഹരണത്തിന് ഒരാളുടെ ഫാദർ മരിച്ചു കഴിഞ്ഞു, ഫാദർ സ്മോക്ക് ചെയ്യുന്ന ആളാണ്, മരിച്ചു കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷവും ഫാദർ സ്മോക്ക് ചെയ്യുന്ന ആ ഒരു സ്മെല്ല് വർഷങ്ങൾക്ക്, അതിപ്പോൾ ലെറ്റ്സ് ഒരു 10 വർഷം കഴിഞ്ഞു അതേ സ്മെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു പാരനോർമൽ എൻറ്റിറ്റിയും അത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് വരുന്നതാണോ, അതോ അയാളുടെ ഓർമ്മകളിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു തോട്ടാണോ? അത് ഇപ്പോൾ ഈ ചില പ്രത്യേക ദിവസങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഈ ഓർമ്മ ദിവസം എന്ന് പറയും, അതായത് ബലിയിടുന്ന ദിവസം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് അടിയന്തരം നടക്കുന്ന ദിവസം. അങ്ങനെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു കുടുംബത്തിലുള്ള എല്ലാവരും അവരുടെ മരിച്ചുപോയ ഒരാളിനെ പറ്റി ആലോചിക്കുന്നു. അപ്പോൾ ഇതൊന്നുമായിട്ട് ബന്ധപ്പെടാത്ത ആ കുടുംബത്തിലെ ഒരാൾ വേറൊരു സ്ഥലത്തിരിക്കുകയായിരിക്കും. അയാൾക്കും ചിലപ്പോൾ ഈ മരിച്ച ആളുടെ ഓർമ്മകൾ അയാളുടെ മനസ്സിൽ വന്നെന്ന് വരും. അത് ആദ്യം വരുന്നത് ഒരുപക്ഷെ മരിച്ച ആൾ വലിച്ചിരുന്ന ബ്രാൻഡ് സിഗരറ്റിൻ്റെ സ്മെല്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒറിജിൻ മരിച്ച ആളുടെ ആത്മാവോടെ വരുന്നു എന്നുള്ളതല്ല,
ആ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരും ഈ മരിച്ച ആളിനെ പറ്റി ആലോചിക്കുന്നു. അപ്പോൾ സോറി ടു ഇന്ററപ്റ്റ്, ഈ റാൻഡം ദിവസങ്ങളിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് പലർക്കും തോന്നുന്നത് അത് ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ആകാം, അവർ ഓർക്കുന്നതുകൊണ്ടായിരിക്കും. അവരോർക്കുന്നതുകൊണ്ടാകണമെന്നില്ല. ഇപ്പോൾ ആ ഒരു പ്രത്യേക ദിവസം ഈ മരിച്ച ആ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉള്ളതായിരിക്കാം. സാർ, നമ്മൾ ഈ പാരനോർമലുമായിട്ട് എപ്പോഴും കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു സാധനമാണല്ലോ എക്സോർസിസം അല്ലെങ്കിൽ ബാധ ഒഴിപ്പിക്കൽ. കാലാകാലങ്ങളായിട്ട് നമ്മൾ കേട്ട് വരുന്ന ഒരു സാധനമാണ്. അതെ, അത് നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. മേപ്പാടം വരുന്നു, വലിയൊരു കളം വരയ്ക്കുന്നു, കളത്തില് പ്രേതം കൂടി ആളുകളെ ഇരുത്തുന്നു. അതുകൊണ്ട് ശരിക്കും അതിൽ വ്യത്യാസം വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലൂടെ എന്തെങ്കിലും എന്താണ് സാർ ഈ എക്സോർസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഈ ചെയ്യുന്ന ആൾക്ക് ട്രോമ അല്ലാതെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഈ പല ലെവലിൽ എക്സോർസിസം നടക്കാം. ഏറ്റവും സിമ്പിൾ ലെവലിൽ ഒരു ഹിസ്റ്റീരിക് റിയാക്ഷൻ, അതെന്തെങ്കിലും ഒരു വൈകാരിക പ്രശ്നം കൊണ്ട് അതിൻ്റെ ഒരു സിംറ്റമായിട്ട് പൊസഷൻ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സജഷൻ കൊണ്ട് താൽക്കാലികമായിട്ട് ആ സിംറ്റം മാറിയെന്ന് വരാം. അത് മതവിശ്വാസമുള്ള ഒരു സമൂഹത്തിലാണെങ്കിൽ ഒരു അടിസ്ഥാന വിശ്വാസമുണ്ട്, ഇന്ന തരത്തിലുള്ള എക്സോർസിസം കൊണ്ട് ഇത് മാറുമെന്ന്. സാറ് ഹിസ്റ്റീരിയെ പറ്റി പറഞ്ഞല്ലോ. ഹിസ്റ്റീരിയ ആക്ച്വലി ഒരു പ്രോപ്പർ മെന്റൽ കണ്ടീഷൻ അല്ലേ? അത് ട്രീറ്റ് ചെയ്യണ്ടേ? ഹിസ്റ്റീരിയ പോലത്തെ കണ്ടീഷൻസ് പലപ്പോഴും അഡ്രസ് ചെയ്യപ്പെടാതെ പോവുകയാണെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? സാറിന് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അതെ, ഹിസ്റ്റീരിക് ടെമ്പർമെൻ്റ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അത് ചില ആളുകൾക്ക് ആ ടെമ്പർമെൻ്റ് ഉണ്ട്, അവർക്ക് സിംറ്റംസ് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു പൊസഷൻ പോലെ ഒരു സിംറ്റം ഉണ്ടായെന്ന് വരാം. പ്രോപ്പർ മെഡിക്കൽ കണ്ടീഷൻസ് പലപ്പോഴും ഈ ബാധ പോലെയൊക്കെ ലേബൽ ചെയ്തിട്ട് തല്ലിയും ഉപദ്രവിച്ചും ഒക്കെ കുറച്ചും കൂടെ അതിലേക്ക് പിന്നെയും ആയി പോവുക. അതെ, കുറച്ചുകൂടി വയലന്റ് ആവാനല്ലേ ചാൻസ് അങ്ങനത്തെ ആളുകൾ? ഇതൊരു മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നതിലും ശരി, സൈക്കോളജിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് ശരി. അതെ അതെ. അപ്പോൾ അത് ആ സൈക്കോളജിക്കൽ കണ്ടീഷൻ ഉണ്ടാകാനുള്ള കാരണം കണ്ടുപിടിക്കുകയും അത് റെക്ടിഫൈ ചെയ്യുകയും ആണ് വേണ്ടത്. അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകും. മരണത്തിന് ശേഷം എന്താണ് സാർ? അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണെന്നാണ് എൻ്റെ വിചാരം. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് ഈ പുനർജന്മം. അത് ഈ ബുദ്ധിസ്റ്റ് ഇതുണ്ടല്ലോ അവരുമായിട്ടാണ് ഇത് ഭയങ്കര ഇതുള്ളത്, ആ ഒരു സിമിലാരിറ്റി ഉള്ള. കാരണം അവരത് പ്രാക്ടീസ് ചെയ്യുന്നൊന്നും അതില്ലാമ നമ്മൾ ഈ യോധ സിനിമയില്ലേ അതിൻ്റെ അകത്ത് കാണിക്കുന്ന ഒരു സംഭവമാണല്ലോ, ഒരു അടുത്തൊരു ബുദ്ധ വിശ്വാസി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം. അതിൽ സാറിൻ്റെ വിശ്വാസമുണ്ട്? അല്ല, ബുദ്ധമതക്കാർ മൊത്തത്തിൽ അങ്ങനെയല്ല. അത് ടിബറ്റൻ ലാമമാരുടെ ടിബറ്റൻ ബുദ്ധ വിശ്വാസികളുടെ ഇടയ്ക്കാണ് ഈ പുനർജന്മത്തിലുള്ള ശക്തമായ വിശ്വാസമുള്ളത്. സാർ, അപ്പോൾ അതിൽ സത്യമുണ്ട് അതിൽ? കാരണം അതത്ര ഒരു പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഈ മരണം കഴിയുമ്പോൾ അടുത്തൊരാളിലേക്ക് അത് ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ അതേ ആൾ തന്നെയാണ് പിന്നെയും പുനർജനിക്കുന്നതെന്ന് പറയാൻ നമുക്ക് എന്തുമാത്രം ഇതാണ്? ഞാൻ ഈ ടിബറ്റൻസുമായിട്ട് കുറേ ക്ലോസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ആഴ്ചയോളം ധർമ്മശാലയിൽ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ദിവസമായി മൊണാസ്ട്രിയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു അമ്മയും കുട്ടിയും ഉണ്ട്. തീരെ കൊച്ചു കുട്ടിയാണ്. അമ്മ എന്തോ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നു, അടുത്ത് കുട്ടി ഇരിക്കുന്നു. അപ്പോൾ കുട്ടി ഇങ്ങനെ ചമ്രം പടഞ്ഞാണ് ഇരിക്കുന്നത്. ഞാൻ പോകുമ്പോൾ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണ ഒരു കൊച്ചുകുട്ടിയുടെ മുഖമല്ല, അത് വളരെ വയസ്സായ ഒരാളുടെ വളരെ എക്സ്പ്രഷൻസാണ് കുട്ടിയുടെ മുഖത്ത്. അത് എനിക്ക് വളരെ അൺയൂഷ്വലായിട്ട് തോന്നിയിട്ടുണ്ട്. സാറ് പറയുന്നത് അതിൽ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അവരുടെ എല്ലാ കാര്യത്തിലും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അവരിൽ മാത്രമാണോ അത് ഇവിടെ നടന്നുകൂടെ? നമുക്ക് പല സിനിമകളിൽ ഇപ്പോൾ കാണുന്നുണ്ട്, പുനർജന്മം നടന്നു എന്നോ, ഒരു വയസ്സായ ഒരു വലിയ പഴയ ഇല്ലങ്ങളിൽ ഒരാൾ പിന്നെയും പുനർജനിച്ച ഒരു ചെറിയ കുട്ടിയിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹങ്ങൾ ബാക്കി തീർക്കാൻ വേണ്ടി അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ്, പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ ടിബറ്റിലുകാർ എല്ലാവരും റീഇൻകാർണേറ്റ് ചെയ്യുമെന്ന് അവർ പറയുന്നില്ല. അത് അവരുടെ കൂടെ വളരെ എവോൾവ്ഡ് ആയിട്ടുള്ള ലാമാസിന് മാത്രമേ അതുള്ളൂ. അതായത് ഒരു ലാമ മരിക്കുന്നതിന് മുമ്പേ
അയാൾ പറയും ഞാൻ ഇന്ന സ്ഥലത്ത് പുനർജനിക്കും, നിങ്ങളവിടെ വന്ന് എന്നെ കാണണം. അതിപ്പോൾ സായിബാബയുടെ കാര്യത്തിലും ഇപ്പോൾ ഒരു കുട്ടിയെ എനിക്ക് തോന്നുന്നു സായിബാബയുടെ ഫോളോവേഴ്സ് ആക്ച്വലി സായിബാബയുടെ പുനർജന്മമായിട്ട് കണ്ട് അടുത്ത ഇതായിട്ട് കണ്ടിട്ട് അവർ ശരിക്കും ആ കുട്ടിയെ വേർഷിപ്പ് ചെയ്യുന്നു. സാർ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പുനർജനിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. ഈ ഇടയായിട്ട് ചിലരൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അടുത്ത ജന്മം അല്ല ആൾദൈവമല്ല, ചില ആൾക്കാർ പറയുന്നുണ്ട് പൂണൂലിട്ടൊക്കെ ഇനി അടുത്ത ജന്മത്തിൽ ജനിക്കണം, തന്ത്രി കുടുംബത്തിൽ ജനിക്കണം എന്നൊക്കെ. അപ്പോൾ ചിലർക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ നടക്കും സാർ? അതെ, എല്ലാവർക്കും പുനർജന്മം ഇല്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ചുരുക്കം ചില ഹൈലി എവോൾവ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അതുപോലെ ഒരു റീഎക്സ്പ്രഷൻ പോസിബിൾ ഉള്ളായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും പുനർജന്മം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ നമ്മളിങ്ങനെ പ്രത്യേക രീതിയിൽ പുനർജനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ട്. ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നില്ല സാർ, അത് എന്തുമാത്രം പ്രാക്ടിക്കലി പോസിബിൾ ആണ്? അതിൻ്റെ മെയിൻ എയിം എന്താണ്? ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള വാക്കിന് ചില അണ്ടർലൈങ് അസംഷൻസ് ഉണ്ട്. അതായത് മനുഷ്യർക്ക് ഫിസിക്കൽ ബോഡി കൂടാതെ ആസ്ട്രൽ ബോഡി എന്നൊരു ബോഡിയുണ്ട്, ആത്മാവ് പോലെ. പിന്നെ അതിനകത്ത് ആസ്ട്രൽ ബോഡിക്കകത്ത് കോസൽ ബോഡി എന്ന് വേറൊന്നുണ്ട്. അത് സത്യമാണോ സാർ? സാറ് എപ്പോഴെങ്കിലും അങ്ങനെ അത് ട്രൈ ചെയ്ത് ആരെങ്കിലും ആയിട്ട് അറിയോ? ഒരുപാട് പേരെ അറിയാം. ഇവിടെ പലരും കൺസൾട്ടേഷന് വരാറുണ്ട്. ഇത് ശ്രമിക്കുന്നവർ ഒരു രസം, അത് അവർക്ക് ക്യൂരിയോസിറ്റി. ഇപ്പം നമ്മൾ ശരീരം ഇവിടെ കിടക്കുന്നു, നമ്മളിങ്ങനെ വെളിയിൽ പോയി വേണമെങ്കിൽ ചന്ദ്രനിൽ പോവാം, അല്ലെങ്കിൽ മാർസിൽ പോവാം. പോസിബിൾ ആണെന്നാണോ സാർ പറയുന്നത്? എന്നൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത്. സയന്റിഫിക്കായിട്ട് അതിന് എന്തെങ്കിലും തെളിവുകളുണ്ട്? സയൻറ്റിഫിക്കായിട്ട് ഉള്ളത് നമ്മൾ ക്ലെയർവോയൻസ് എന്ന ഒരു സംഗതിയുണ്ട്. അതായത് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ദൂരെയുള്ള സംഗതികൾ അറിയുക, കാണുക. അപ്പോൾ അത് ഓതൻറ്റിക്കേറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ എവിഡൻസ് ഉണ്ട്. സാർ, അതും ഒരു തരം ഹാലൂസിനേഷൻ ആകാൻ പറ്റില്ലേ? അതിന് ഒരുപാട് തരത്തിലുള്ള എക്സ്പീരിയൻഷ്യൽ എവിഡൻസ് ഉണ്ട്. അല്ല, ഇപ്പോൾ വളരെ ഡ്രമാറ്റിക്കായിട്ട് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ട് ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായി സാധാരണ പറയാറുള്ള ഒരു എക്സാമ്പിൾ, സ്വീഡൻബോർഗ് എന്ന് പറഞ്ഞൊരു സൈക്കിക് ഉണ്ടായിരുന്നു. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അക്കാലത്ത് കമ്മ്യൂണിക്കേഷനൊന്നും ഇന്നത്തെ പോലെ ഇല്ലല്ലോ. അപ്പോൾ വേറൊരു സിറ്റിയിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. അപ്പോൾ സ്വീഡൻബോർഗിന് ഇങ്ങനെ ക്ലാർവയൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇയാൾ പെട്ടെന്ന് പറഞ്ഞു ഇന്ന സിറ്റിയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അത് എവിടെയാണ് ഉണ്ടായത്? ആ സിറ്റിയിൽ ഇന്ന സ്ഥലത്താണ്. പിന്നെ ഇയാൾ കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തീ ഇന്നിടത്തേക്ക് പടരുന്നു, അത് തീ അണയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സ് വന്നിട്ടുണ്ട്, അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളിങ്ങനെ ഫുൾ ഡിസ്ക്രിപ്ഷൻ, തീ കംപ്ലീറ്റ് ആയിട്ട് അണയുന്നവരെ. പിന്നെ എത്ര ദിവസം കഴിഞ്ഞാണ് ആ മെസ്സേജ് ഇവിടെ എത്തുന്നത്. ശരിക്കും അവിടെ തീപിടുത്തം ഉണ്ടായി. റെക്കോർഡ്സ് നോക്കിയപ്പോൾ ഇയാൾ പറഞ്ഞതെല്ലാം അതേപോലെ കറക്റ്റാണ്. അപ്പോൾ ഇയാളെങ്ങനെ അറിഞ്ഞു ഇവിടെ ഇരുന്നുകൊണ്ട് തീപിടുത്തം ഉണ്ടായിരുന്നു? അതിൻ്റെ അതെങ്ങനെ സയന്റിഫിക് ബാക്കിംഗ് ഉണ്ട്? അല്ല, സയൻറ്റിഫിക് ഇത് വളരെ പണ്ട് പാരാസൈക്കോളജി ഒരു സയൻസായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഒരു റിപ്പോർട്ടാണ്. ഞാനിപ്പോൾ ഒരു ഇല്ലസ്ട്രേഷന് വേണ്ടി, ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഇല്ലസ്ട്രേഷന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സാർ, ഇപ്പോൾ പല കാര്യങ്ങളും സാറും പല ഇവിടെ കേരളത്തിലാണെങ്കിലും പലയിടത്താണെങ്കിലും പല കേസുകളും ഡീൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. പല കാര്യങ്ങളും സാർ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാറിനൊരു ഭയങ്കര വളരെ കൺഫ്യൂസിങ് അല്ലെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയ ഒരു കേസ് അങ്ങനെ സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? സാറിൻ്റെ ജീവിതത്തിൽ സാറിന് ഈ നോർമൽ സൈറ്റിങ്സ് ഉള്ള സ്ഥലങ്ങളിൽ സാറിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കാനോ ഒക്കെ സാറിനെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനത്തെ കേസുകളിൽ സാറിന് ഓക്കെ എന്നെ കൊണ്ട് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയൊരു കേസുണ്ടോ? സാറിൻ്റെ ലിമിറ്റ്സിന് അപ്പുറമാണെന്ന് തോന്നിയൊരു കേസുണ്ടോ? ഒന്നാമത് എന്നെ സംബന്ധിച്ച് ഇതൊരു പഠനമാണ്. ഇതിപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ പ്രൈമറി എയിം. പിന്നെ ആളുകൾ വന്ന് അവർ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് വരുന്നു, എൻ്റെ വീട്ടിലിങ്ങനെ രൂപങ്ങൾ കാണുന്നു,
ശബ്ദങ്ങൾ കേൾക്കുന്നു, അത് നമ്മളെല്ലാം പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ സാർ? ആൾക്കാർ പറഞ്ഞ കഥകളല്ല, അവരുടെ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ് അവർ പറയുന്നത് യൂഷ്വലി ഇതൊക്കെയാണ് പറയുന്നത്. ശബ്ദം കേൾക്കുന്നു, രൂപങ്ങൾ കാണുന്നു, പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെടുന്നു. അത് ഈ വളരെ വിജനമായ സ്ഥലങ്ങളിലാണോ അതോ നമ്മുടെ സിറ്റിക്കകത്തും വിജനമായ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഞാൻ വളരെ പണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു കേസ് പറയാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഹാർട്ട് ഓഫ് ദ സിറ്റി ഒരു വീട്ടിൽ പട്ടാളക്കാർ ബൂട്ട്സ് ഇട്ട് നടക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ബൂട്ട്സിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഈ പുറയിലേക്ക് പോയി ഈ വീട് ആര് പണിതു, എപ്പോൾ പണിതു, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ അവസാനം മനസ്സിലായത് ഇവിടെ പാളയത്ത് തന്നെയാണ് ഈ വീട്. ഈ പാളയത്ത് പണ്ട് മിലിറ്ററിക്കാരുണ്ടായിരുന്നു, മിലിറ്ററി ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ ഒരുപാട് പെൺകുട്ടികൾ, സുന്ദരിയായിട്ടുള്ള പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസം 3 പട്ടാളക്കാർ ഈ പെൺകുട്ടികളെ ഫോളോ ചെയ്ത്, നല്ല കുടിച്ച് ലക്കില്ലാതെ ഈ പെൺകുട്ടികളെ ഫോളോ ചെയ്ത് അവരുടെ വീട്ടിൽ ചെന്ന് കയറി. അബ്യൂസ് ചെയ്തില്ല. അപ്പോൾ പെൺകുട്ടികൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അവരെ എല്ലാവരും എന്ത് ചെയ്തു, ഇവരെയൊക്കെ ഏത് കാലഘട്ടം അത് കറക്റ്റ് എനിക്ക് ഇയറൊന്നും ഓർമ്മയില്ല, വളരെ പണ്ടാണ്. വീട് തന്നെ വളരെ പഴയതാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ അവരുടെ വീട്ടിൽ മദ്യം ഇരിപ്പുണ്ടായിരുന്നു. ഇവരെ കൊണ്ടുവന്ന് മദ്യം കൊടുത്ത് ഇവരെ ശരിക്ക് കുടിപ്പിച്ചു. എന്നിട്ട് അടുക്കളയിൽ പോയി കത്തികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഈ പെൺകുട്ടികളും അമ്മയും എല്ലാവരും കൂടെ ഈ 3 പേരെയും കൊന്നിട്ട് പട്ടാളക്കാരെ കൊന്നാൽ സംഗതി സീരിയസ് ആണല്ലോ. ഒരു വീട്ടിനകത്ത് തന്നെ കുഴിയെടുത്ത് കുഴിച്ചു മൂടി. അത് കഴിഞ്ഞിട്ട് ഇത് ഒരിക്കലും ഇവർ പിടിക്കപ്പെട്ടില്ല. പട്ടാളക്കാർ വാനിഷിങ്, അവരെവിടെ പോയെന്ന് അത് കാണാനുമില്ല. അക്കാലത്ത് ഇന്നത്തെ പോലെ ഇൻവെസ്റ്റിഗേഷനൊന്നും അത്ര എഫിഷ്യൻ്റ് അല്ലല്ലോ. അപ്പോൾ ഇവർ പോയി ആ വീട് ഒരുപാട് കൈമാറി. അവസാനം ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓണർ കോട്ടയത്തിരിക്കുകയാണ്. കോട്ടയത്ത് ഒരാളാണ് ഈ വീട് വാങ്ങിച്ചിരിക്കുന്നത്. അയാളിങ്ങനെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എനിക്ക് പരിചയമുള്ള സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇവിടെ താമസിക്കുന്നത്. അയാൾക്ക് ഈ കഥയൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാം? ഈ വേണമെങ്കിൽ പട്ടാളക്കാരുടെ ആത്മാവ് ഇവിടെ താമസിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇത് ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ആണ്. പട്ടാളക്കാർ ഒരു ദുരന്ത സാഹചര്യത്തിൽ ഇവിടെ മരിച്ചു. അതുകൊണ്ട് ഇവിടെ വരുന്ന പട്ടാളക്കാരുടെ ഇനി അത് ആത്മാവ് ഉണ്ടെങ്കിൽ തന്നെ ആ പട്ടാളക്കാരുടെ ആത്മാവ് ആ വീട്ടിൽ തന്നെ എന്തുകൊണ്ട് കൺഫൈൻഡ് ആവുന്നു? ആത്മാവിന് എവിടെ വേണമെങ്കിലും പോകാമല്ലോ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ വേറൊരു പോസിബിലിറ്റി എനിക്ക് തോന്നുന്നത്, ഈ ദുരന്ത സംഭവങ്ങൾ നടന്ന സ്ഥലത്തൊരു സൈക്കിക് ഫീൽഡ് ഉണ്ടാവും. ആ സൈക്കിക് ഫീൽഡുമായിട്ട് അവിടെ ഇപ്പോൾ വരുന്ന ആളുകൾ ഇൻറ്ററാക്ട് ചെയ്ത് ആ ഒറിജിനൽ സംഭവം അവരുടെ മനസ്സിൽ ടൈം സ്ലിപ്പ് മൂലം വരുന്നു. അതുകൊണ്ടാണ് അവർ പട്ടാളക്കാർ ബോട്ടിൽ നടക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ടൈം സ്ലിപ്പ് പോസിബിൾ ആണോ അത്? അങ്ങനെ കാരണം കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ നടന്നത് പിന്നെയും അത് പിന്നെയും അത് വരാൻ ചാൻസ് ഉണ്ട് സാർ. അതിനാണ് ടൈം സ്ലിപ്പ് എന്ന് പറയുന്നത്. അതൊരു പാരാനോർമൽ എക്സ്പീരിയൻസ് ആണ് ടൈം സ്ലിപ്പ് എന്ന് പറയുന്നത്. അത് പണ്ട് നടന്ന ഒരു സംഭവം നമ്മളിപ്പോൾ കാണുക അല്ലെങ്കിൽ കേൾക്കുക. അപ്പോൾ അത് ഈ പട്ടാളക്കാർ നടക്കുന്ന സൗണ്ട് ഏത് രീതിയിലാണോ കേൾക്കുന്നത് അതേ രീതിയിലാണ് ഇപ്പോഴും കേൾക്കുന്നത്, അതേ സ്ഥലത്ത്. അപ്പോൾ പട്ടാളക്കാരിപ്പോൾ അവിടെ നിൽക്കുകയല്ല. അന്ന് നടന്ന ഒരു സംഭവം അതിൻ്റെ എക്കോ പോലെയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. സാർ, അത് ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, പട്ടാളക്കാർ ഇനി അഥവാ അവിടെ പട്ടാളക്കാരുടെ ആത്മാക്കളുണ്ടെങ്കിൽ അവരെന്തുകൊണ്ടാണ് അവിടെ തന്നെ കൺഫൈൻഡ് ആയിരിക്കുന്നതെന്ന്? ഒരു ആത്മാവിനെ എപ്പോഴും ഒരു സ്ഥലവുമായിട്ട് എന്തുകൊണ്ടാണ് കൺഫൈൻ ചെയ്തിരിക്കുന്നത്? ഈ ടൈം സ്ലിപ്പ് തിയറി ആയിട്ട് ബന്ധപ്പെടുത്താമോ അതിനെ? ഈ ടൈം സ്ലിപ്പ് തിയറിയാണ് പാരാസൈക്കോളജിസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഈ ഗോസ്റ്റ്ലി എക്സ്പീരിയൻസ് എന്ന് പറയുന്നതൊക്കെ ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസസ് ആകാനാണ് സാധ്യത. കാരണം ഇതിനകത്ത് വെറൈറ്റി ഒന്നുമില്ല, എപ്പോഴും റെപ്പറ്റേറ്റീവായിട്ട് ഒരേ എക്സ്പീരിയൻസാണ്. സാർ, ഈ പാരനോർമൽ എൻറ്റിറ്റീസിനെ വിളിച്ചു വരുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ ഈ ഓജോ ബോർഡിനെയൊക്കെ കാണുന്നത്. സാറ്
സാറിൻ്റെ ഓജോ ബോർഡായിട്ടുള്ള എക്സ്പീരിയൻസ് സാറിൻ്റെ കയ്യിലുണ്ടോ? ഉണ്ട്, എൻ്റെ കയ്യിൽ പല ടൈപ്പുകളുണ്ട്. അല്ല, ഊജ ബോർഡ് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ചില ആളുകൾ പറയുന്നത് ബോർഡേ വേണ്ടെന്നാണ്. അവരുടെ മനസ്സ് മതി, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് മതി. സാർ നമുക്കൊന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒന്ന് കാണാം. ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഡിസൈൻ ചെയ്ത ബോർഡാണ്. അതെ അതെ. സാർ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ESP ഉള്ള ഒരാൾക്കല്ലേ അത് അപ്പം അലതന്നെ ഉണ്ടായിരിക്കാം. ഐ നെവർ ഗോട്ട് ടു സേ എന്താ പറയാ പ്രോപ്പർ ഗുഡ് ബൈ. സാറിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ട് എങ്കിൽ സോ സാർ ഇപ്പോൾ ഇതാണ് ബോർഡല്ലേ? എന്താണ് ഇതിന്റെ യൂസ്? ഇത് ആളുകളെ സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ വർക്കിംഗ് എന്തുമാത്രം പ്രാക്ടിക്കലാണ് സാർ? ചില ആളുകൾക്ക് മാത്രമേ ഇത് ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റിൽ കൂടെയാണ് ആത്മാക്കളുമായിട്ട് സംവേദിക്കുന്നതായിട്ടുള്ള വിശ്വാസം ഉണ്ടാകുന്നത്. സാർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനിത് ചെയ്യാറില്ല. സാർ കണ്ടിട്ടുണ്ടോ ഇത് ചെയ്യുന്നത്? ഉണ്ട്, ഇവിടെ ആളുകൾ ചെയ്യാറുണ്ട്. ഇവിടെ സാർ അതിൻ്റെ പ്രോസസ്സ് സാറിന് അറിയാമോ? അറിയാം. നമുക്കൊന്ന് തുറക്കാം. A തൊട്ട് Z വരെ ഉണ്ടല്ലേ? 1 തൊട്ട് 0 വരെ. സാർ മറ്റ് നമ്മൾ സാധാരണ സിനിമകളിലും അല്ല അങ്ങനെ കാണുന്നതിൽ വലിയ കുറേ വ്യത്യാസമുള്ളതാണ്. എന്താണ് സാർ ഇങ്ങനെ ഒരു ബോർഡ്? ഇവിടെ പലതരം ബോർഡുകളുണ്ട് സാറിൻ്റെ കയ്യിൽ. അതെ. അപ്പോൾ അതിലൊക്കെ ഓരോ തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടെന്ന് തോന്നിയുണ്ട്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഡിസൈൻ ചെയ്ത ബോർഡാണ്. അതെ അതെ. എന്താണ് സാർ ഈ ഡിസഡ്വാൻറ്റേജ് എന്ന് സാർ ഉദ്ദേശിക്കുന്നത്? ഇതിൽ ഒരു വലിയ സാധനം ഇവിടെ ഉള്ളത് വട്ടത്തിലുള്ളതാണ്. അത് അത് പ്ലാസ്റ്റിക് ബോർഡാണ്. അത് കണ്ണാടി കൊണ്ട് കവർ ചെയ്തതാണ്. കണ്ണാടി ആകുമ്പോൾ സ്മൂത്തായിട്ട് മൂവ് ചെയ്യും കോയിൻ. ഇത് എന്താണ് സാർ? ഇത് പ്ലാസ്റ്റിക് പോലെ ഒരു സാധനമാണ്. ഓക്കെ 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 സാർ, ഞാനൊന്ന് തിരിച്ചോട്ടെ. എത്ര ടൈപ്പ് ബോർഡ് ഉണ്ട് സാർ? ഈ ഭാഷ ഒരു പ്രശ്നമല്ലേ? ഇംഗ്ലീഷിൽ മലയാളത്തിലൊക്കെ ഉള്ള ബോർഡുണ്ട്? മലയാളത്തിൽ ബോർഡുണ്ട്, സാറിൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടില്ല. അത് വേറെ ആളുണ്ടാക്കിയതിൻ്റെ അത് പ്രിൻ്റ് ചെയ്യാം. അത് ഡിജിറ്റൽ ഫോമിലുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അതെ. നമ്മൾ ചാർട്ട് പേപ്പറിൽ വരച്ചാലും ഇത് ഉണ്ടാക്കാം. അതെ അതെ. പലരും മേശപ്പുറത്തൊക്കെ വരച്ചാണ് ഇത് ചെയ്യുന്നത്. സാർ, ഈ ഡയറക്ഷൻസിൻ്റെ ആയിട്ട് നടുക്ക് എന്താ ഈ ഒരു ലൈറ്റ് പോലെ? അല്ല, അത് കോയിൻ വെക്കാനുള്ള സ്ഥലമാണ്. ഞാൻ ഒന്ന് വെച്ചോട്ടെ. അപ്പോൾ സാർ ഇങ്ങനെ വലത്തെ കൈ അങ്ങനെ എന്തെങ്കിലും കൈ അങ്ങനെ ഏത് കൈ വേണമെങ്കിലും. ഓക്കെ സാർ, അപ്പോൾ എനിക്കങ്ങനെ പേഴ്സണലി സൈക്കിക് എബിലിറ്റീസ് ഒന്നും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. എന്താണ് സാർ പ്രൊസീജിയർ? എങ്ങനെയാണ് തുടങ്ങുന്നത്? ആദ്യമായിട്ട് ചെയ്യുന്ന ആൾ ബോർഡുമായിട്ട് ഫെമിലിയറൈസ്ഡ് ആണ്. ഓക്കെ. അതിനുവേണ്ടി മനഃപൂർവ്വം ആദ്യമായിട്ട് സ്വന്തം പേര് എഴുതുക. എന്ന് വെച്ചാൽ ഓരോ അക്ഷരത്തിലേക്കായിട്ട് മൂവ് ചെയ്ത്. അതെ. വീണ്ടും എല്ലാം എഴുതാൻ എങ്ങനെയാണ് സാർ? വീണ്ടും സെൻറ്ററിലേക്ക് വന്നിട്ട് L L A N അലൻ പേരെഴുതി തിരിച്ച് സെൻറ്ററിലേക്കാണ് സാർ? തിരിച്ച് എപ്പോഴും തിരിച്ച് സെൻറ്ററിലേക്കാണ്. ഓക്കെ. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. ഓക്കെ സാർ, അതായത് ദിവസം, മാസം, വർഷം എന്ന രീതി. അതെ അതെ. അത് ബോർഡുമായിട്ട് ഫെമിലിയറൈസ്ഡ് ആകാൻ വേണ്ടിയാണ്. ഇതിന്റെ ഭാഗമല്ല, നമ്മൾ ആ ഒരു ഇതിലായിട്ട് മാറാൻ വേണ്ടി മാത്രമല്ല. ശരി. അല്ല, ഇതിന്റെ ഭാഗം തന്നെയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതട്ടെ? 5
1 അതെ 511 1 9 9 90 90 9 511 90 99 അലൻ. ഓക്കെ. കൈ മാറ്റം പാടുണ്ടോ? എങ്ങനെ എടുക്കാം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ? അങ്ങനെയൊന്നുമില്ല. അധികം അമർത്തി പിടിക്കണ്ട, വളരെ ലൈറ്റായിട്ട് ടച്ച് ചെയ്താൽ മതി. ശക്തി മുഴുവൻ ഇവിടെ കൊടുക്കണ്ട. ഓക്കെ സാർ, അടുത്ത പ്രോസസ്സ് എന്താണ്? അടുത്ത പ്രോസസ്സ് നമ്മൾ മരിച്ച ആരോടെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അയാളെ മനസ്സിൽ വിചാരിക്കുക. നമ്മളുടെ അടുത്ത ബന്ധു അങ്ങനെ ആരെങ്കിലും ആണോ? അങ്ങനെ ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു വിക്കടമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കുക, അപ്പോഴാണിത് വർക്ക് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പലനൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ആ പെണ്ണങ്ങ് മരിച്ചു പോയെന്ന് വിചാരിക്കുക. അപ്പോൾ പെണ്ണ് എങ്ങനെ മരിച്ചു എന്നറിയാൻ വയ്യ, സൂയിസൈഡാണോ അതോ ആരെങ്കിലും കൊന്നതാണോ എന്നൊന്നും അറിയാം. എനിക്ക് പേഴ്സണലി ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല പുള്ളിയുടെ പേര്. കാര്യം ഞാൻ ഒരു 9th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ശ്രീധന്യ ടയേഴ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു. ടയർ ഹൈഡ്രോളിക്സ് ചെക്ക് ചെയ്യുക, അങ്ങനെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ ദർ വാസ് ദിസ് മാനേജർ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഞാനും ഇദ്ദേഹവും ഡെയിലി എന്നും ഞാൻ സ്കൂൾ ബസ് ഇറങ്ങി വരുമ്പോൾ ഞാനും ഇദ്ദേഹവും കാണും, സംസാരിക്കും. കുറച്ച് നേരം ഞാൻ പുള്ളിയോട്ട് എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. വെരി ഗുഡ് മാൻ. ലൈക്ക് എൻ്റെ ചൈൽഡ്ഹുഡിൽ എന്താ പറയുക, ഐ വാസ് കൺസിഡേർഡ് ടു ബി സംവൺ ഓഫ് എ ട്രബിൾ ചൈൽഡ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലും ഇയാൾ എന്നോട് വളരെ ജോവിയലായിട്ടും നന്നായിട്ടും ഒക്കെ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നു. ഭയങ്കര സ്നേഹമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ വർക്കല പോയി. വർക്കലയിലൊരു റിസോർട്ടിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും റൂം എടുത്തിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇദ്ദേഹം മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഈ വർക്കല പോകുന്ന സംഭവം ഐ തിങ്ക് ഒരു 2 years ബാക്കാണ്. ഇദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ പിന്നെ ഇദ്ദേഹത്തെ ഓർത്തിട്ടില്ല. പെട്ടെന്ന് ഇദ്ദേഹം മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഞാൻ ഇദ്ദേഹത്തെ ഓർക്കേണ്ട അങ്ങനെ ഒരു ഞാൻ അവിടെ നിന്ന് വീട് മാറിപ്പോയി ഓർത്തില്ല. പക്ഷെ പെട്ടെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വെള്ള സെറ്റിംഗ് ഉള്ള ഒരു മുറി. ആ മുറി ഫുൾ ഇറ്റ് വാസ് സെറ്റ് ഇൻ വൈറ്റ്. ഞങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഡോർ ചാരിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബിറ്റ്വീൻ സ്ലീപ്പ് ഞാൻ എണീറ്റപ്പോൾ ഞാൻ കാണുന്നത് തൊട്ട് ഫ്രണ്ടിൽ ഇദ്ദേഹം ആ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് എന്നെ വിളിക്കുകയാണ്. എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അടുത്ത് കിടന്ന എൻ്റെ ഫ്രണ്ട് അജയ് ഞാൻ വിളിച്ചെണീപ്പിച്ചു. ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ പാനിക്കായി. ഇതൊരു 3 o'clock 4 o'clock സമയത്താണ്. കാര്യം എന്നോട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണാം, അയാൾ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എന്നെ വിളിക്കുക എന്നുള്ളത് ദാറ്റ് ഇസ് സംതിങ് ഐ കുഡന്റ് അക്സെപ്റ്റ്. ഞാൻ സ്വപ്നമാണെന്ന് കരുതി അജയെ വിളിച്ചെണീപ്പിച്ച് അജയോട് ചോദിച്ചു, എന്താണ് അജയ് ഇത് ഇങ്ങനെ സംഭവം കണ്ടു, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞു. എനിക്കത് പ്രോസസ്സ് ചെയ്യാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അജയ് എന്നോട് പറഞ്ഞത്, അജയ് ഉറക്കപ്പിച്ചിൽ എന്നോട് പറഞ്ഞതാണ്, അജയ്ക്ക് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞാണെന്ന് തോന്നുന്നു. അജയ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തെ നീ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നെവർ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തെ തന്നെ ആലോചിക്കാന്നായിരിക്കും. പേരറിയണമെന്ന് നിർബന്ധമുണ്ടോ സാർ? ഇല്ലല്ലോ. അദ്ദേഹത്തെ മനസ്സിൽ വിചാരിച്ചു. ഐ നെവർ ഗോട്ട് ടു സേ എന്താ പറയാ പ്രോപ്പർ ഗുഡ് ബൈ. ചിലപ്പോൾ എനിക്ക് ഇനി ഒരു ഗുഡ് ബൈ പറയാൻ ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ESP ഉള്ള ഒരാൾക്കല്ലേ അത് സാധ്യത? അലനം ഉണ്ടായിരിക്കാം. ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വരിക, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാം. മനസ്സിൽ വിചാരിച്ചാൽ മതി. പിന്നെ അദ്ദേഹം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. വന്നിട്ടുണ്ടെങ്കിൽ മനസ്സ് മതി. അപ്പോൾ എന്നിട്ട് ഇനി വേണമെങ്കിൽ ഓഡിയൻസിന് കേൾക്കാൻ വേണ്ടി ഉറക്കെ ചോദിക്കാം. അപ്പം താങ്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ തന്നെത്താനെ മൂവ് ചെയ്ത് യെസിലേക്ക് പോകണം, യെസ് എന്നുള്ള ഉത്തരത്തിലേക്ക് പോകണം എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെങ്കിൽ, അതായത് ബോർഡിലുണ്ടെങ്കിൽ എന്ന് വിചാരിക്കുക, യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലാണ് അത് വരേണ്ടത്.
അദ്ദേഹത്തിൻ്റെ വൈബ്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ യെസിലേക്ക് എൻ്റെ വിരൽ കോയിൻ മൂവ് ചെയ്ത് യെസ് എന്ന് കാണിക്കുക എന്ന് പറയുക. സാർ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ESP ഉള്ള ഒരാൾക്കല്ലേ അത് സാധ്യത അപ്പം അലന ഉണ്ടായിരിക്കാം. ഞാനൊന്ന് വിളിച്ചു നോക്കാം, അദ്ദേഹം വരുമെന്ന് നോക്കട്ടെ. എനിക്ക് ഇന്നൊരു ഗുഡ് ബൈ പറയാനുള്ള അവസരം ഉണ്ടാവും നോക്കാം. അത് ഇത്രയും സ്നേഹമുള്ള ഉണ്ടായിരുന്ന ഒരാൾ പിന്നെ ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ സാർ, എന്നെ സാർ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സാറിനെ മുൻപ് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. സാറിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട് എങ്കിൽ, സാറ് മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ തനിയെ മൂവ് ചെയ്ത് യെസിലേക്ക് പോട്ടെ. ഇങ്ങനല്ല സാർ? മനഃപൂർവ്വം തള്ളണ്ട, അത് തന്നെ മൂവ് ചെയ്ത് യേസിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുക, വെയിറ്റ് ചെയ്യുക. കൈ നീട്ടിപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇത് യെസിലേക്ക് നടക്കേണ്ടതാണ്. സാർ, ഇതിന് അങ്ങനെ ടൈം ലിമിറ്റ് ഉണ്ടോ? ഇല്ല, സമയം അങ്ങനെ എന്തെങ്കിലും ബാധകമാണോ? അല്ല. ഇത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയോ? ഞാൻ ഇത്രയും പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ബൈ ഡിഫോൾട്ട് ഓക്കെ, ലൈക്ക് പല രീതിയിലും ഞാൻ ഈ വിരൽ ഇങ്ങനെ വെക്കുന്നില്ലേ, അപ്പൊ ഇതില് ഇങ്ങനെ ഞാനിത് ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അറിയാതെ ഇതിങ്ങനെ ഇങ്ങനെ 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 എന്റെ ശ്രദ്ധയിലല്ലാതെ അറിയാതെ ഇതിങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയും പലരും അനക്കി ആ സെറ്റിങ്ങിന്റെ പ്രോബ്ലം കൊണ്ട് അവർക്ക് ഇത് എന്താ സാർ മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് തോന്നിയിട്ടുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അല്ല, ആദ്യം ഈ റാൻഡം മൂവ്മെന്റ് ഉണ്ടാവും, അതിന് ശേഷം പതുക്കെയാണ് മീനിങ് ഫുൾ ആയിട്ടുള്ള മെസ്സേജിലേക്ക് പോകുന്നത്. അപ്പൊ ഈ സാർ ഈ റാൻഡം മൂവ്മെന്റ് ഞാൻ എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ആണോ അതോ ആ പ്രസൻസ് എന്നെ മൂവ് ചെയ്യിപ്പിക്കുന്നതാണോ? അല്ല, രണ്ടും വാസ്തവത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സ് മറ്റേയാളുടെ മനസ്സായിട്ട് മാറുകയാണ്. അപ്പോൾ അയാളുടെ മെമ്മറിയാണ് നമ്മളിൽ കൂടെ വർക്ക് ചെയ്യുന്നത്. സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ ഐഡൻറ്റിഫിക്കേഷൻസ്, അയാളുടെ മെമ്മറി, അയാളുടെ ഹാബിറ്റ്സ്, ഇത് മൂന്നും ചേർന്നതാണ് ഒരു വ്യക്തി. അപ്പോൾ അത് മൂന്നും ടെലിപ്പതിക്കായിട്ട് നമുക്ക് ചിലപ്പോൾ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. അയാളെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ലിങ്ക് വേണം. സ്വാഭാവികമായിട്ടും അയാളുടെ പേരോ അല്ലെങ്കിൽ ജസ്റ്റ് ഇന്നൊരു കാര്യം മാത്രമേ അറിയാവുള്ളൂ. പക്ഷെ എന്നാൽ പോലും അയാളുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പരിശ്രമിച്ചാൽ കിട്ടുമെന്നാണ് സാർ പറയുന്നത്. ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. ഓക്കെ, ചിലപ്പോൾ കിട്ടിയെന്ന് വരാതിരിക്കാം. ഈ ഡിസ്കഷൻ തുടങ്ങും മുൻപേ ലൈക്ക് ഞാൻ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. എൻ്റെ കൈ എന്തെങ്കിലും ഞാൻ അറിയാതെ ഒരു യെസ്സിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ഇനിയും ഒരു എപ്പിസോഡ് മേ ബി ചെയ്തേക്കാം. പക്ഷേ ഈ ഡിസ്കഷനിൽ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ പാരനോർമൽ എൻറ്റിറ്റീസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളുമായിട്ട് ഞാൻ ചിലപ്പോൾ ഈ ഡിസ്കഷൻ തുടർന്നേക്കാം, എനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ന് ലിങ്കർ ചെയ്യുന്നൊരു ചോദ്യം, ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലോ ഞാനിപ്പോൾ വിളിച്ച ആൾ എൻ്റെ അടുത്തേക്ക് വന്ന് എനിക്കൊരു ഗുഡ് ബൈ പറയാനുള്ള അവസരം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമെങ്കിൽ നമുക്ക് അത് അന്ന് കാണാം. ജോർജ് സാർ, ഞാൻ കൈയെടുത്തു. അല്ല, വേണമെങ്കിൽ അയാൾക്കൊരു ഗുഡ് ബൈ പറഞ്ഞേരെ. ഗുഡ് ബൈ. ഇനി വരണ്ട കേട്ടോ, ഗുഡ് ബൈയിലേക്ക് ഗുഡ് ബൈയിലേക്ക്. ഗുഡ് ബൈ. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞിട്ടിരിക്കുക സാർ. സോ ഞാൻ ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തോടും ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. ജോർജ് സാർ, താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് എനിക്കുണ്ടായിരുന്ന ഒരു 100 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. അറിയാത്ത പല കാര്യങ്ങളും ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും മണ്ടത്തരം പറ്റിയിട്ടുണ്ട്, മണ്ടൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. സാറിനൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു സോ മച്ച്. സീ യു സൂൺ. ആലൻ സൈനിങ് ഓഫ്. സൈനിങ് ഓഫ്.